170 ഷർട്ട് കേട്ടോ. ഇതാണ് ഒരു 375 കൊടുക്കാം. ജീൻസാ. ഈ കാണുന്നതാണ് ഇവരുടെ മാനുഫാക്ചറിങ് ഏരിയ. പാർട്ടി വെയർ ഓർ കൈൻഡ് ഓഫ് ഫോർമൽ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും വലിയൊരു ഫാക്ടറി നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്നത്, അതും നമ്മുടെ നാട്ടില് 200 തൊട്ട് വെസ്റ്റേൺ വെയർ എന്നൊക്കെ പറയുമ്പോ അടിപൊളി പല ഐറ്റംസ് നമ്മൾ പലയിടത്തോട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. വീനെക്കാണ്. നമ്മുടെ ഫാക്ടറി 24 ഹവറും ചാലുവാണ്. ഇതൊരു ഷുഗർ കെയിൻ മെറ്റീരിയലാണ്. ഇപ്പൊ തന്നെ നിലവില് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. ആ ഐറ്റം പിടിച്ചത് എന്നാലും ശരിക്കും അതിന്റെ നിങ്ങൾക്ക് ഡിസൈൻ മനസ്സിലാവുള്ളൂ. പീസിന്റെ ഒരു കളക്ഷൻ ആണ്. ഓർഗൻസ മെറ്റീരിയൽ ആണ് വരുന്നത്. ഇവിടെ ആലുവ കഷ്ണം പോലെ സംഭവം ഷർട്ട് ആണെങ്കിൽ 170, ജീൻസ് ആണെങ്കിൽ 375. അയ്യോടാ. എത്ര എക്സൽ വേണമെങ്കിലും നമുക്ക് കയറ്റി കൊടുക്കാം. അതിലൊരു തർക്കമില്ല. മെക്സ് ഉൾപ്പെടെ നമുക്ക് ഇവിടെ കൊടുക്കാം. ബ്രാൻഡിന്റെ പേരല്ലേ പറഞ്ഞത്? അതെ, ടോപ്പുകളാണ്. അത് ടോപ്പുകളാണ്. ഷർട്ടിന്റെ ആണ്. റിക്വയർമെന്റ് വെച്ചാൽ അതൊക്കെ ചെയ്തത്. ഷർട്ട് ആണോ, പാന്റ് ആണോ, കിഡ്സ് വെയർ ആണോ, സൈസ് നോക്കിയേ. സൂപ്പർ. ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു കൊടുക്കാം. കൊണ്ട് ചെയ്തു കൊടുക്കാം. ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യാം, ഡ്രസ് ആയിട്ട് യൂസ് ചെയ്യാം. ജസ്റ്റ് 70 റുപ്പീസ് ആണ് കേട്ടോ ദുപ്പട്ടാസ്. ഇനി കച്ചവടം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടില് ഫാക്ടറി ഇല്ലാന്ന് ആരാ പറഞ്ഞ? അതും ഡ്രസ്സിന്റെ ഫാക്ടറി. സാധാരണ എല്ലായിടത്തും യൂണിറ്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും വലിയൊരു ഫാക്ടറി നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്നത്, അതും നമ്മുടെ നാട്ടില്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കൊല്ലത്താണ്. കൊല്ലത്ത് വോർട്ടെക്സ് ഡിസൈൻസിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇഷ്ടം പോലെ സ്പേസിൽ നിറച്ച് മാനുഫാക്ചേഴ്സ് ആണ്. മാനുഫാക്ചേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ ഐറ്റംസും ചെയ്യുന്നുണ്ട്. അത് കിഡ്സ് ആയാലും ശരി, ജെൻസ് ആയാലും ലേഡീസ് ആയാലും അങ്ങനെ എല്ലാ തരം ഐറ്റംസ് ഇവിടെ മാനുഫാക്ചർ ചെയ്ത്. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനുള്ളത് കസ്റ്റമൈസ് വരെ ചെയ്യാൻ പറ്റും. ഇനി യൂണിഫോം വേണോ, കമ്പനിക്കുള്ള ഡ്രസ്സ് വേണോ, എങ്ങനെ ഏത് രീതിയിലും നമ്മുടെ മൈൻഡിൽ വരികയാണെങ്കിൽ ഒക്കെ നമുക്ക് ഇവിടെ ചെയ്തു തരും. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ഷൻ അതൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ വന്നിരിക്കുന്ന കൊല്ലത്തേക്കാണ് കേട്ടോ. പോവാ. ഈ കാണുന്നതാണ് ഇവരുടെ മാനുഫാക്ചറിങ് ഏരിയ. ഇവിടെയാണ് കട്ടിങ്, സ്റ്റിച്ചിങ്, അങ്ങനെ എല്ലാ തരം ഇവിടെയാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ എത്ര ആൾക്കാർ നിന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾ എന്താ സ്റ്റിച്ച് ചെയ്യണം ഒന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ആരെങ്കിലും ഒക്കെ കിട്ടണ്ടേ? ഇവരൊക്കെ വർക്കേഴ്സ് ആണ്. വല്ലവരുണ്ടോന്നൊന്ന് നമുക്ക് തപ്പി നോക്കാം. ഇവിടെ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മെറ്റീരിയൽസ് ഒക്കെയാണ് ഇരിക്കുന്നത്. ഇവിടെ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. നമുക്ക് അതെ, കൈ കാണിച്ചിട്ട് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. കൈ കാണിച്ചോട്ട് പോട്ടെ. ഞാൻ ഈ മൈക്കൊന്ന് വെച്ചോട്ടെ. എന്താണ് കാര്യമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത്? പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു വീഡിയോയിൽ വെൽക്കം പറയേണ്ടത് നമ്മുടെ ഇതാണ്. പക്ഷെ വെൽക്കം വേണ്ട, ഷെയ്ക്കന് മതി. ഇപ്പൊ നമ്മളൊക്കെ ഒന്നല്ലേ തൃശ്ശൂക്കാരാണ് കേട്ടോ. ഓക്കെ, എന്താ പേര്? സിദ്ധി തൃശ്ശൂക്കാരൻ. ഞങ്ങള് ഇവിടെ കൊല്ലത്താണ് ഇപ്പൊ ഉള്ളത്. ഇവിടെ വെച്ചാൽ മൊത്തം മാനുഫാക്ചേഴ്സ് നടക്കണേ. കുറെ പേര് തയ്ക്കണേ എന്തൊക്കെ ഇവിടെ ആലുവ കഷ്ണം പോലെ സംഭവമൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ കട്ട് ചെയ്ത് വെച്ച സാധനം എന്താ ഒന്നും അറിയില്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിട്ടാ വന്നിരിക്കണേ. ഇവിടെ എന്താ സംഭവം നടക്കണേ? ഇവിടെ ഇപ്പൊ പ്രൊഡക്ഷൻ ഇപ്പൊ ലേഡീസിന്, കിഡ്സിന്, അതുപോലെ ജെന്റ്സിനുള്ള പ്രൊഡക്ഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മുടെ ഫാക്ടറി 24 ഹവറും ചാലുവാണ്. 3 ബാച്ച് ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രേറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ. നമ്മുടെ നാട്ടില് ഇതുപോലെ വലിയൊരു ബിഗ് ഫാക്ടറി അത് ഇവിടെ തന്നെയുള്ള കൊല്ലത്ത് അല്ലെ? അതല്ല, ഒരു സംശയമില്ല. കാരണം ഇത്രയധികം വർക്കേഴ്സ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ഇവിടെ കട്ടിങ് നടന്നുകൊണ്ട് ഇതെന്താ സംഭവം ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്? ഒരു ബാച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു ബാച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഷർട്ടാണോ? ഷർട്ടാണ് ചേട്ടത്. ഷർട്ടിന്റെ പോർഷനാണ്. കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു. കട്ടിന്റെ മറ്റേ കോളറും കൈയും അങ്ങനെ സംഭവം സ്ലീവ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് പ്രൊഡക്ഷൻ ഇതൊക്കെ എന്താ? ഇതെല്ലാം മെറ്റീരിയൽസ് ആണ്. സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽ. യെസ്, വരൂ. ഇവിടെ ഭയങ്കര ശബ്ദങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നെവർ മൈൻഡ്. യെസ്, ഇതാണ് നമ്മുടെ സംഭവങ്ങളൊക്കെ വിടുന്നത്. ആർമി ടീം അല്ലേ? ഇതെന്താ ചെയ്യണേ? ഞാൻ തയ്ക്കട്ടെ എന്ന് ചോദിച്ചു. ടോപ്പുകളാണ്. ഷർട്ടിന്റെ ആണ്. ഇത് ഷർട്ടാണ് തയ്ച്ചോണ്ടിരിക്കുന്നത്. പിന്നെ ഇതും ഷർട്ടാന്ന് തോന്നുന്നില്ലേ? ഓക്കെ. ഇരിക്കണതൊക്കെ ഷർട്ട് കുറെ തയ്ച്ചു വെച്ചിട്ടുള്ളത്. അവരുടെ നിലത്തുനിന്ന് എടുത്തൂടെ? കുഴപ്പമില്ല. എന്തായാലും പ്ലെയിൻ കളർ ആയിക്കോട്ടെ. അളവും കാര്യങ്ങളൊക്കെ തെറ്റി കഴിഞ്ഞാൽ എന്നെ പറയണ്ട. ഇത് ഇപ്പൊ ഷർട്ടാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. കുറച്ച് പേര് അവിടെ കിഡ്സിന്റെ, കുറച്ച് പേര് അവിടെ ടോപ്പിന്റെ ചെയ്തോണ്ടിരിക്കുന്നത്. എനിക്കൊരു സംശയം, ഈ സംഭവല്ലേ
ഈ സംഭവം നമുക്ക് നമ്മുടെ പേരിൽ അടിച്ചു തരാൻ പറ്റും? പിന്നെ എന്താ സംശയം? ഒരു സംശയമില്ല. ഒരു സംശയമില്ല. എത്ര പീസ് എടുക്കണം, എങ്ങനെയാന്ന് നിങ്ങൾക്ക് എത്രയാണ് റിക്വയർമെന്റ് അത് നമ്മൾ ചെയ്തു ചെയ്തരാം. അത് വിചാരിച്ച് 10 പീസിന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ 5 പീസിന് അങ്ങനെ ഒരിക്കലും നമ്മൾ പറയില്ല എന്നറിയാലോ. അതെ, അല്ല എന്തായാലും കച്ചവടക്കാർ അല്ലെങ്കിൽ ഒരു സംഭവമൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും ബൾക്ക് ക്വാണ്ടിറ്റി നമ്മൾ ചെയ്യണം. അത് നിർബന്ധമാണ്. അത് എത്ര എണ്ണം എന്നുള്ളത് അത് ഇവിടെ വിളിച്ച് ചോദിക്കണം. അത് ഞാൻ പറയും. എണ്ണം കൂട്ടിയാലല്ലേ കച്ചവടം ചെയ്യുന്നവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. കോസ്റ്റിനും നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് നിങ്ങളുടെ റിക്വയർമെന്റ് എന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തത്. ഷർട്ടാണോ, പാന്റാണോ, കിഡ്സ് വെയർ ആണോ, പിന്നെ ലേഡീസ് വെയർ ആണോ, വെസ്റ്റേൺ വെയർ ആണോ? ഇനിയിപ്പോ ഒരു അമ്പലത്തിൽ ഒരു ഉത്സവം നടക്കും. ഉത്സവമാണെങ്കിൽ നമുക്ക് ഡ്രസ് കോഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേറ്റ്. ഡ്രസ് കോഡ് ചെയ്ത് കൊടുക്കാം. ഒരൊറ്റ ദിവസം കൊണ്ട് ചെയ്ത് കൊടുക്കാം. ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് കൊടുക്കാം. അത് പറയാൻ ഞാൻ വിശ്വസിച്ചു. എന്താ കാരണം എന്ന് അറിയാം, 24/7 ഇവിടെ പ്രൊഡക്ഷൻ നടക്കണം. അപ്പൊ ആ കാര്യത്തിൽ ഞാൻ തർക്കിക്കാൻ ഒരു ദിവസം കൊണ്ട് കൊടുക്കാം. ഒരു ദിവസം കൊണ്ട് ഡ്രസ് കോഡ് അമ്പലോത്സവം മാത്രമല്ല കേട്ടോ, നമ്മളിപ്പോ സ്കൂളില് പിള്ളേരുകള് അവർക്കായാലും എല്ലാവർക്കും ചെയ്ത് കൊടുക്കാം. ടീച്ചേഴ്സിനായാലും എല്ലാവർക്കും ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇവിടെ സ്കൂളുകൾക്ക് വേണ്ട യൂണിഫോമുകളും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പല ജില്ലകൾക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രേറ്റ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ. എന്തായാലും ഇങ്ങനെ ഒരു ഫാക്ടറി തപ്പി പിടിച്ചതിന് നിങ്ങൾ എന്നോട് ആദ്യം തന്നെ ഒരു താങ്ക്സ് പറയണം കേട്ടോ. അല്ലേ? എന്തായാലും ഞാൻ ഇവിടെ താങ്ക്സ് പറയാം. നിങ്ങൾ പറയുന്ന താങ്ക്സ് എന്താ, ഇവിടെയും താങ്ക്സ് പറയാം. ഇത്രയും നല്ലൊരു ഫാക്ടറിയിൽ നമ്മളെ കയറ്റിയതിന്, നമ്മളെ വിസിറ്റ് ചെയ്യുന്ന ഇങ്ങനെയൊക്കെ ആൾക്കാരിൽ കാണിച്ചു തരാൻ സാധിച്ചതിന്. എന്തായാലും ഇവിടെ നടക്കുന്ന സംഭവം എന്ന് പറയുമ്പോൾ ഒക്കെ ഷർട്ടുകളാണ് മെയിൻ ആയിട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ചേച്ചി ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്തോ സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കുന്നത്. ഇതെന്താ സംഭവം? സൈഡ് ഞാൻ എടുക്കാൻ പറ്റുമോ? ഇത് സംഭവം മാല പോലെ കോർത്തുണ്ടാവും. ഒരെണ്ണം കട്ട് ചെയ്ത് തരേണ്ടി വരും. ഇത് ഷർട്ടാണ് അല്ലേ? ഇത് മാല പോലെ കോർത്ത കാരണം നമുക്കൊരു പിടി കിട്ടില്ല. പക്ഷെ അത് അവിടെ ഇരുന്നോട്ടെ, പൊട്ടിക്കണ്ട. പൊട്ടിച്ച് ചേച്ചി കയ്യിൽ തന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി സംഭവം നമ്മൾ സാധാരണ ഇന്റർലോക്ക് ഓവർലോക്സ് ഒക്കെ പറഞ്ഞിട്ടല്ലേ ചെയ്യാറ്. പക്ഷെ ഷർട്ടിൻ്റെ എനിക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ഷർട്ടിൻ്റെ വരുമ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് ഇങ്ങനെയായിരിക്കും. ഈ ഒരു സ്റ്റിച്ചിങ് ആയിരിക്കും വരിക. അത് ശരി പ്ലെയിൻ ആവുമ്പോൾ കറക്റ്റായിട്ട് ഇത് കവറിങ് അല്ലേ? പ്ലെയിനിലാവുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഈ കവറിങ് സ്റ്റിച്ചിങ്, ആ സ്റ്റിച്ചിങ് ആണ് ചേച്ചി ഇവിടെ ഇന്നിട്ട് ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. ചേച്ചി ചായ കുടിച്ചാ? ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ചായ കിട്ടിയോന്നൊരു സംശയം, അതുകൊണ്ട് എടുത്ത് ചോദിച്ചതാട്ടോ. അപ്പൊ ഈ ഇതൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇത്രയും ആൾക്കാർ എന്ന് വെച്ചാൽ ഒരു 10-50-60 ആൾക്കാർ ഇവിടെ ഇപ്പൊ തന്നെ നിലവിൽ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഇവര് നിങ്ങൾക്ക് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിസൈനർ ടീം, പാക്കിംഗ് ഇതൊക്കെ നടക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ ഈ ഇപ്പൊ ഈ സ്റ്റിച്ച് ചെയ്ത സംഭവം, ഈ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള സംഭവം, ഇനി ഇതൊക്കെ എവിടെയാണ് നിങ്ങൾ? അതാണ് നമുക്ക് മെയിൻ ആയിട്ട് കാണുന്നത്. ഇനി ഫുള്ള് തയ്ക്കാനുള്ളതാണ് കേട്ടോ. എല്ലാം അടിപൊളിയായിട്ട് തയ്ച്ച് നമുക്ക് ഷോറൂമിൽ വെക്കാനുള്ള സംഭവങ്ങളാണ്. നിങ്ങൾക്ക് എങ്ങനെ ഷോറൂമാണോ വെയർ ഹൗസ് ആണോ? നമുക്ക് വെയർ ഹൗസ് ഉണ്ട്, ഒരു 4-5 വെയർ ഹൗസ് ഉണ്ട്, ഷോറൂം ഉണ്ട്, നമ്മുടേതായ ഔട്ട്ലെറ്റുകളും ഉണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും എല്ലായിടത്തേക്കും പോകാൻ പറ്റിയില്ലെങ്കിൽ 1-2 സ്ഥലത്തേക്ക് എന്തായാലും പോവാം. ഇനിയിപ്പോ ഇവിടുത്തെ പ്രൊഡക്ഷൻ വെക്കുന്ന സ്ഥലം എവിടെയാ? ഇവിടെ തന്നെ ഉണ്ട്, തൊട്ടപ്പുറത്ത്. ഒന്ന് പോയാലോ നമുക്ക്? പോവാം. ഇവിടെ ഒരു സുന്ദരി കുട്ടി നിൽക്കണ്ട്. സുന്ദരി നമ്മുടെ ഡിസൈനർ ആണ്, ചീഫ് ഡിസൈനർ ആണ് ആഗ്നസ്. ഹായ് സുന്ദരി, ഒരു ഹായ് പറഞ്ഞ അവിടെ. ഹായ്. ഇവിടെയാണ് നിങ്ങൾക്ക് ശരിക്കും ആക്ച്വൽ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഏരിയ വെക്കണം. പക്ഷെ നമ്മൾ അയണിങ് അതുപോലെ പാക്കിംഗ് സംഭവം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് ട്രിമ്മിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചേച്ചിമാര് ട്രിം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം ട്രിം എല്ലാം കഴിഞ്ഞിട്ട് ഫിനിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ രസമല്ലേ ഈ ആ മുകളിൽ ഇങ്ങനെ അയൺ ചെയ്തൊക്കെ വെക്കണാണോ തന്നെ. നിങ്ങൾക്കൊക്കെ ഭയങ്കര സ്പീഡായിരിക്കുമല്ലോ. ഒരു ദിവസം നന്നായി അങ്ങോട്ട് റോബോട്ടിക് വർക്ക്. അതെ, വർക്ക് അങ്ങോട്ട് നടക്കട്ടെ. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നത് മൊത്തം ഷർട്ടുകളാണ് കൂടുതൽ അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ. പിന്നെ ഇവിടുന്നാണ് ശരിക്കും പാക്ക് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ മൊത്തം വെക്കുന്നത്. ഇനി ഇത് ചെറിയ ഏതാ സൈസ്? ഇത് മീഡിയം. ഇതൊക്കെ പാക്ക് ചെയ്ത് കാരണം ഞാൻ തുറന്ന് നിവർത്തി കാണിക്കില്ല. തുറന്ന് നിവർത്തി കാണിക്കാൻ നമുക്ക് ഡെലിവറി കൊടുക്കാനുള്ളതാ. അപ്പൊ ഒരു ദിവസം കൊണ്ട് പറഞ്ഞത് വെറുതെ അല്ല. നമുക്ക് വാക്കാണ് വലുത്. അപ്പൊ ഇത് പെട്ടെന്ന് കയറി പോകേണ്ട സംഭവങ്ങളാണ് ഇപ്പൊ നടന്നത്. ഇതാണ് ശരിക്കും നിങ്ങളുടെ പാക്കിംഗ് സെക്ഷൻ വരുന്നത് അല്ലേ? ഓ, ചേച്ചിമാരും സ്പീഡുണ്ട്, ഒരു കുറവില്ല സ്പീഡിന്. വേഗം പാക്ക് ചെയ്തത്. സാധനം ഒരു വൈകുന്നേരം നമുക്ക് പോവാനുള്ളതാണ്. അപ്പൊ ഇത് ഫുൾ പാക്കിംഗ് ഏരിയ ആണ്. പാക്കിംഗ് കഴിഞ്ഞിട്ട് സ്റ്റോക്ക് വെക്കുന്ന ഏരിയ. അപ്പൊ ഇതെന്തായാലും കുറെ ഒക്കെ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും. ഇനി നമുക്ക് എവിടേക്ക് പോകേണ്ടത്? നമ്മുടെ ഓഫീസ് ക്യാബിനാണ്. ഓഫീസ് ക്യാബിൻ, യെസ്. അപ്പൊ നമ്മുടെ ഓഫീസും ഉണ്ട്. ആ കാര്യം മറക്കണ്ട. സാധാരണ എല്ലാവരും വെറുതെ ഫാക്ടറി മാത്രം പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. ഫാക്ടറി മാത്രമല്ല, അവർക്ക് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അക്കൗണ്ട് സെക്ഷൻ ആണ് ഇത്. അക്കൗണ്ട് സെക്ഷൻ. ഓക്കെ. ഇതാണ് നമ്മുടെ ജിഎം മിസ്റ്റർ ഷംനാദ്. ഇങ്ങോരാണോ ജിഎം? യെസ്.
ആളാണ് ഇവിടുത്തെ all in all. നമ്മൾ കുറെ നേരം ഇതിൽ വന്നിട്ട് ഇതൊരു ഇപ്പഴും മൈൻഡ് പല കാര്യങ്ങളായിട്ട് ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട്. സൗത്ത് ഇന്ത്യ കേരള ഫുള്ള് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട് ഐറ്റംസ്. എന്തായാലും പേര് പറഞ്ഞ ഷംനാഥ് പറമ്പ്. ഹായ് നമുക്ക് കൊടുക്കാം. അതെ. എന്തായാലും ഒന്ന് എനിക്കോ കസാര ഒന്ന് വിടോ ഒന്ന് വന്നേ. ഇവിടെ എന്താ നടക്കണേന്ന് പറഞ്ഞേ? ഡിസ്പാച്ച് ചെയ്യാണ് ഓരോ ഐറ്റംസ്. ഈവനിങ് ആണ് നമ്മൾ ഓരോ ഡിസ്പാച്ച് ഐറ്റംസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പയ്യന്മാര്. നമ്മൾ കേരളം മുഴുവൻ ഡെലിവറി ഉണ്ട്, ഡെലിവറി പാർട്ട്നേഴ്സ് ഉണ്ട്. നമുക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങാം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞപ്പോ ഓക്കെ. നമ്മുടെ പല ഐറ്റംസ് നമ്മൾ പലയിടത്തോട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട്. നമുക്ക് പിന്നെ റീറ്റെയിൽ ഷോപ്സ് ഉണ്ട്. ഗാർമെന്റ് ടു റീറ്റെയിൽ ഷോപ്സ് ഉണ്ട്. അപ്പൊ ഹോൾസെയിൽക്കാർക്ക് മാത്രമല്ല റീറ്റെയിൽ ഷോപ്സ് ഉണ്ട്. കടക്കലും പുത്തൂരും. അതെവിടെ ഈ കടക്കൽ കൊല്ലം ഒക്കെ കൊല്ലം ജില്ലയിൽ തന്നെയാണ്. ഒക്കെ ഇവിടെ അടുത്ത് തന്നെ. അരക്കര പുത്തൂര്. ഓക്കെ. സ്ഥലങ്ങൾ എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ എടുത്ത ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ റീറ്റെയിൽ വേണ്ടവർക്ക് ആ ഒരു ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാം. അവിടെ റേറ്റ് കുറവാണ്. നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ്റെ റേറ്റ് കുറവാണ്. അപ്പൊ ഹോൾസെയിൽ വേണ്ടവർക്ക് ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിൽ വേണ്ടവർക്ക് റീറ്റെയിലും ഉണ്ട്. അപ്പൊ ഒരു പീസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും. ബൾക്കായിട്ട് കിട്ടുകയും അതിനും ഉപരി എന്ന് വെച്ചാൽ നമുക്ക് യൂണിഫോം ആണെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്ത് തരാൻ പറ്റും. നമ്മുടെ സീസണിലും ഡ്രസ് കോഡുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഗ്രേറ്റ്. പിന്നെ അതുപോലെ തന്നെ യൂണിഫോംസ്, സ്കൂൾ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, അങ്ങനെ യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സംഭവം നിങ്ങൾക്ക് ബൾക്ക് ഓർഡർ തരണം വെച്ചാൽ അത് എങ്ങോട്ട് വരണം? നേരെ വോട്ടക്സിലോട്ട് വന്നാൽ അതെവിടെ സ്ഥലം? ഒന്ന് അഡ്രസ് കറക്റ്റ് ആയിട്ട് ഒന്ന് പറയോ? ശൂരനാട്, കൊല്ലം ജില്ലയിലെ ശൂരനാടാണ് നമ്മുടെ സ്ഥലം. ഇനി ഒന്നുകൂടി ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമുക്ക് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. അഡ്രസ് ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ ഒക്കെ ഇട്ട് തരാം. ഈ പറയണതൊക്കെ സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. ഇപ്പൊ ഇരിക്കുന്നത് ഇതൊക്കെ ദുപ്പട്ടാസം തോന്നുന്നുണ്ടല്ലോ പോണത്. ഇനി നിങ്ങളുടെ ഈ ഷോറൂം ഇപ്പൊ കുറച്ച് സംഭവങ്ങൾ അവിടെ പാക്കിംഗ് ചെയ്യാൻ പോകും. ഇത് കൂടാണ്ട് നമുക്ക് കുറച്ച് തുറന്നൊന്നും കാണിക്കണം. ഈ നമ്മുടെ ഡിസൈനർ ഇടുവാ ആളവിടെ സ്റ്റക്കായി നിന്നു. പോവാ നമുക്ക് എന്നാ നമ്മുടെ സ്റ്റോക്ക് വെക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ഇതാണ് ഇവരുടെ വെയർ ഹൗസ്. ആക്ച്വലി ഈ കുട്ടി തന്നെ ഇങ്ങനെ കൊണ്ടുവന്നതാണ് ഫുൾ കളക്ഷൻസ് കാണിക്കുക. അപ്പൊ നിങ്ങളുടെ വെയർ ഹൗസ് ഇവിടെ മാത്രമല്ല, ഇവരുടെ വെയർ ഹൗസ് എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൻ മാത്രമല്ല, 4-5 സെക്ഷൻ വേറെ ഉണ്ട്. അപ്പൊ ഈ ഒരു ഏരിയയിൽ മൊത്തം എന്തായിരിക്കണേ? ഇതിൽ മെയിൻലി വരുന്നത് 3 pieces ആണ്. എന്നുവെച്ചാൽ പാർട്ടി വെയർ കളക്ഷൻസ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഞാൻ തന്നെ പറയാതായിരിക്കും നല്ലത്. അടിപൊളി ഞാൻ ഇട്ടിരിക്കുന്ന പാർട്ടി വെയറുടെ നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് ഈ ഒരു കൗണ്ടർ മൊത്തം ഇരിക്കുന്നത്. പിന്നെ വരുന്നത് വെസ്റ്റേൺ വെയർ, കിഡ്സിന്റെ സെക്ഷൻസ്, ദുപ്പട്ടാസ്, അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സെക്ഷൻ മാത്രമല്ല കേട്ടോ, ഇനി മെൻസ് വെയർ വേണ്ടേ? ആ ഒരു സെക്ഷൻ എവിടെയാ? യെസ്, ഇങ്ങനെയാണ്, വരൂ. അപ്പൊ ഈ ഒരു ഫുൾ കൗണ്ടർ മെൻസ് വെയറുടെ ടീഷർട്ട്, ഷർട്ട്, ജീൻസ് ഇങ്ങനെ നിറഞ്ഞെടുക്കാണ് മൊത്തത്തിൽ. കണ്ടോ, ഏത് ഐറ്റം ചോദിച്ചാൽ എല്ലാതും ഉണ്ട്. സൈസസ് അവൈലബിൾ ആണോ? നമുക്ക് എല്ലാ സൈസും അവൈലബിൾ ആണ്. ലൈക്ക് S, M, L അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ. അപ്പൊ ഇഷ്ടമുള്ള ഏത് സൈസസ് വേണമെങ്കിൽ നമുക്കപ്പോൾ ഈ ഒരു ജെൻസിന്റെ സെക്ഷൻ പിന്നെ കാണാം. നമുക്ക് ആദ്യം ഒരു ലേഡീസിന്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഫസ്റ്റ് നമ്മുടെ പാർട്ടി വെയറിൽ നിന്ന് തുടങ്ങാം. കാരണം നമുക്ക് ഇപ്പൊ ഇനി ഫെസ്റ്റിവൽസ് മുന്നോട്ട് വരാണ്. അപ്പൊ അതിലേക്ക് പാർട്ടി വെയറുടെ ഇഷ്ടം പോലെ കളക്ഷൻസ് വേണം. ഈ ഒരു ദുപ്പട്ട എനിക്ക് ഭയങ്കര ഡിസ്റ്റർബ് ആവണം. അപ്പൊ ഇതൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ഇനി അടുത്ത ഇവിടുന്ന് തുടങ്ങാം. ഓക്കെ, പാർട്ടി വെയർ സെക്ഷൻ. പാർട്ടി വെയർ സെക്ഷന്റെ റേറ്റ് അറിയണ്ടേ? അപ്പൊ 1200 ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ് തന്നെ. 1200 തൊട്ട് ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഞാൻ എൻ്റെ ഇഷ്ടമുള്ളതൊന്നും പിക്ക് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടമുള്ള കളർ ആദ്യം തന്നെ വരുന്നത് പിങ്ക് ആണ്. സാധാരണ പെണ്ണുകൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കളർ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. അവള് ഡിസൈനറാണ്, അതുകൊണ്ട് അവൾക്ക് എല്ലാ കളറും ഇഷ്ടമാണ്. എല്ലാ കളറും ഇഷ്ടമാണ്. എന്തോന്ന് പിടിച്ച മോളെ തുറന്ന് കാണിച്ചെന്നേ. യെസ്, ഫുൾ. അപ്പൊ 3 പീസിന്റെ ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ്. മേത്തൊന്ന് വെച്ച് കാണിച്ചെന്നേ. കണ്ടോ, 3 പീസിന്റെ ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇത് വരുന്നത്. യോക്കിൽ അടിപൊളി ഒരു മിററിന്റെ വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാൻറ്, പിന്നെ വിത്ത് ദുപ്പട്ടി ഓപ്പൺ ചെയ്യാതെ വെക്കുക. നല്ല ദുപ്പട്ട ഇട്ട് കാണുമ്പോൾ അതിന്റെ ഒരു ഭംഗി അറിയുള്ളൂ അല്ലേ? യെസ്, ഓർഗൻസിൽ കേട്ടോ, നല്ല അടിപൊളി ഓർഗൻസിൽ. ഒരു കാര്യം ചെയ്യും, ഇത് ദുപ്പട്ട എൻ്റെ മേത്ത് വെക്കാതായിരിക്കും ബെറ്റർ. ഇതേ എങ്ങനെയായിരിക്കും ലുക്ക് വരാം കേട്ടോ. അപ്പോൾ ഇത് 3 പീസിൻ്റെ ഒരു കളക്ഷനാണ്. ഓർഗൻസ മെറ്റീരിയൽ ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇത് സൈസസ് എങ്ങനെയാണ് വരിക നമുക്ക്? ഇതും നമ്മൾ മെയിൻലി മീഡിയം, ലാർജ്, XL, XXL വരെ വരും. XXL വരെ. അപ്പോൾ അതിന് 4 പീസിൻ്റെ ഒരു സെറ്റാണ് എടുക്കേണ്ടത്. ഹോൾസെയിലേഴ്സ് ആണ്. പിന്നെ ഹോൾസെയിൽ എന്ന് പറഞ്ഞിട്ട് ഹോൾസെയിൽ പ്രീമിയം ഹോൾസെയിലേഴ്സ് ആണ് ഇവർ. എന്ന് വെച്ചാൽ ഹോൾസെയിലിനേക്കാളും മുകളിലേക്കുള്ള ഹോൾസെയിലേഴ്സ് ആണ് ഇവർ. ആക്ച്വലി ഹോൾസെയിലാണ് ഇവിടെ നിന്ന് കൂടുതൽ എടുത്തു പോകുന്നത്. പിന്നെ റീറ്റെയിൽ എന്ന് പറയുമ്പോൾ സിംഗിൾ പീസ് അല്ല, റീറ്റെയിൽ കടക്കാരുണ്ടെങ്കിൽ അവർക്കും ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. എന്തായാലും ഈ കളക്ഷൻ കണ്ടില്ലേ, ഞാൻ അടുത്ത കളക്ഷൻസിലേക്ക് കയറാൻ നമുക്ക്. ഞാൻ ഇട്ട ഡ്രസ്സ് ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് പിക്ക് ചെയ്തത്. ഫുൾ ഇങ്ങനെ യെല്ലോ. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെ സെറ്റായിട്ട് തന്നെ എടുക്കണം. മീഡിയം, ലാർജ്, XL, XXL അങ്ങനെ ഒരു സെറ്റായിട്ട് എടുക്കേണ്ടത്. ഇനി ഇവിടെ നിന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലൊരു ബ്ലാക്ക്
പിടിക്കൂ. കുട്ടി ഹെൽപ്പ് ചെയ്യുന്നില്ല കേട്ടോ എന്നെ. കുട്ടിയുടെ പേരും മറന്നു. ആഗ്നസ്. ആഗ്നസ്. ആഗ്നസ് ഈ ആഗ്നസ് അല്ലല്ലോ. അത് ആഗ്നെ. ആഗ്നസ്. അത് പെണ്ണുങ്ങൾക്ക് എന്താന്ന് മനസ്സിലായി, ആണുങ്ങൾക്കാണ് മനസ്സിലാവാത്തത്. ഓക്കെ, പറയൂ ഇതിനെ കുറിച്ച്. ഇത് സ്ട്രൈറ്റ് ഫിറ്റ് കുർത്തിയാണ് വരുന്നത്. പാർട്ടി വെയർ ഓർ കൈൻഡ് ഓഫ് ഫോർമൽ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും ബിക്കോസ് ഓഫ് ദ കളർ ആൻഡ് പ്രിന്റ്സ്. വീനക്കാണ് വരുന്നത്. ഓർഗൻസ മെറ്റീരിയൽ ആണ് വരുന്നത്. പിന്നെ ഇതിന് കൂടെ ഫ്ലോറൽ പ്രിന്റ്സ് ആയിട്ട് വരുന്നു. പിന്നെ ഇതിന്റെ കൂടെ അടിപൊളി ഒരു ദുപ്പട്ടയുണ്ട് കേട്ടോ. ദുപ്പട്ടയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക് വരുന്നത്. ഇതിലെങ്ങനെ നമുക്ക് നിങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ അല്ല, അപ്പൊ എത്ര പീസ് വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരും. അതിന് കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത്ര ആൾക്കാർ അവിടെ സ്റ്റിച്ചിങ്ങിന് ഇരിക്കല്ലേ, പിന്നെ എന്താ ചോദിക്കണേ ചേച്ചി, എന്ത് ചോദിക്കണേ അല്ലേ? ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കല്ലേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വെയർ ഹൗസ് മാത്രമല്ല, ഇതുപോലെ 4-5 വെയർ ഹൗസ് വേറെ ഉണ്ട്. എന്തായാലും ഞാൻ അവിടേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയവും ഇഷ്ടംപോലെ കളക്ഷൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു കളക്ഷനായി. പിന്നെ നമുക്ക് ഈ വേറെ എവിടെന്നോ ഇരുന്ന് നല്ലത് നോക്കി പിക്ക് ചെയ്യാം. ലൈറ്റ് ഷെയ്ഡ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. അടിപൊളി ഒരു ഷെയ്ഡ്. ഇതൊക്കെ 1200 ആ ഒരു റേഞ്ചിലാണ് വരുന്നുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ടാണ് സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് എത്ര റേഞ്ചിൻ്റെ വേണമെങ്കിലും നമുക്ക് ചെയ്തു തരും. ഇനി നമ്മുടെ ബഡ്ജറ്റ് എത്രയാണോ ആ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, ഇതിനെ കുറിച്ച് പറയൂ. ഇതും സ്ട്രൈറ്റ് ഫിറ്റ് കുർത്തിയാണ് വരുന്നത്. ആൻഡ് സിൽക്കി കൈൻഡ് ഓഫ് മെറ്റീരിയൽ. ഓർഗൻസ സിൽക്കാണ് വരുന്നത്. ഇത് ഷിമ്മർ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. വിത്ത് ഡിജിറ്റൽ പ്രിന്റില് പേസ്റ്റൽ ഷെയ്ഡാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ദുപ്പട്ട പ്ലെയിൻ ലേസിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ പേസ്റ്റൽ വേണമെങ്കിൽ പേസ്റ്റൽ. ഇത് ഷിമ്മർ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. യെസ്, അങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്യും കുട്ടി, അതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാണ് പേസ്റ്റൽ ഷെയ്ഡ്. ഡാർക്ക് ഷെയ്ഡ് വേണമെങ്കിൽ ഡാർക്ക് ഷെയ്ഡും അവൈലബിൾ ആണ്. പാർട്ടി വെയറിൽ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ഈ ഇരിക്കുന്നത് മൊത്തം പാർട്ടി വെയർ കളക്ഷൻസ് ആണ് വരുന്നത്. ഇനി പാർട്ടി വെയറിൽ ജിഗ് ജാക്ക് ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ സിൽക്കി ഇഷ്ടമില്ലാത്തവർക്ക് അവർക്ക് അത് അടിപൊളി ഒരു കോട്ടൻ്റെ മെറ്റീരിയല്. കോട്ടൺ കുട്ടി ഇട്ടിരിക്കുന്നതും കോട്ടൺ. കുട്ടി കുട്ടീനെ വിളിക്കണമെങ്കിൽ കുട്ടി തന്നെ ഡീന്ന് വിളിച്ചാൽ കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞേ. കലങ്കാരിയാണ്. ഇതും സിമ്പിൾ സ്ട്രൈറ്റ് ഫിറ്റ് കുർത്ത നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തെടുത്തതാ. കാഷ്വൽ വെയർ ആയിട്ട്. അപ്പൊ കാഷ്വൽ വേണോ, പാർട്ടി വേണോ, വെസ്റ്റേൺ വേണോ ഒക്കെ നമ്മുടെ ഡിസൈനർ ചെയ്ത് തരുന്നതായിരിക്കും. എങ്ങനെ ഏത് രീതിയിൽ വേണേ എന്ന് വെച്ചാൽ മൊത്തം കേരളത്തിൽ നിന്ന് നമ്മൾ ഡിസൈൻ ചെയ്ത ഐറ്റംസ് മാത്രമേ ഇരിക്കണുള്ളൂ അല്ലേ? അങ്ങനെയും പറയാം. ഓക്കെ, ഇതിനെ കുറിച്ച് പറഞ്ഞ ഇപ്പൊ കോട്ടൺ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അവർക്ക് നല്ല അടിപൊളി സാങ്കേതിക പ്രിന്റ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം. കാഷ്വൽ ആൻഡ് ഓഫീസ് വെയർ. പാർട്ടി വെയറിന് ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യത്തില്ല. കാഷ്വൽ ഓഫീസ് വെയർ ആയിട്ട്. പിന്നെ പാർട്ടി വെയറിന് ഞാൻ എടുത്ത് പറഞ്ഞതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ചിലർ ഇങ്ങനെ ഈ ഒരു ബ്രൈറ്റ് കളർ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, ഇതുപോലെ സിൽക്കി മെറ്റീരിയൽ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. അവർ കോട്ടൺ മാത്രം യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ആണെങ്കിൽ അവർക്ക് ഇത് പാർട്ടി വെയർ ആയിട്ട് തന്നെ ഇടണം, വേറെ നിവൃത്തിയൊന്നുമില്ല. ഇനി ഇതിന്റെ ദുപ്പട്ട, ഇത് പക്ക പ്യുവർ കോട്ടണിൽ വരുന്ന കളക്ഷനാണ് കേട്ടോ. അതും 3/4 ആണ് ഇതിന്റെ സ്ലീവ് വരുന്നത്. പിന്നെ ഇതിന്റെ മൽമൽ കോട്ടന്റെ ദുപ്പട്ടയിൽ ഫുൾ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഉണ്ട് അല്ലേ? ദുപ്പട്ട കാണുമ്പോൾ നമുക്ക് അലർജി അല്ലേ? ഞാൻ യൂസ് ചെയ്യാറില്ല ദുപ്പട്ടാന്ന് അല്ലേ? ഞാൻ യൂസ് ചെയ്യാറില്ല, കുറച്ച് ഡിസ്റ്റർബ് ആയിട്ട് വരുന്നില്ല, അതുകൊണ്ടാണ്. എന്തായാലും ഇത് അടിപൊളി ഒരു കളക്ഷനാണ് വരുന്നത്. കോട്ടൻ്റെ മെറ്റീരിയൽ വരുന്ന ഒരു കളക്ഷൻ. അപ്പോൾ ഈ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് ചോദിച്ചാൽ മതി. ഇത് അടിപൊളി ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇതും ഷിമ്മറിൽ തന്നെയാണ്. ഷിമ്മറിൽ ഫുൾ ഡിജിറ്റൽ പ്രിന്റ്. പിടിച്ചോ കുട്ടി, പിടിക്കൂ. നല്ല അടിപൊളി ഷെയ്ഡാണ് വരുന്നത്. ഷിമ്മറിലാണ്. ഇത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയേ. നമ്മൾ വെസ്റ്റേൺ മാത്രമല്ലല്ലോ, നമ്മൾ എത്നിക് കൂടുമല്ലോ. നല്ല ഭംഗിയില്ലേ? സൂപ്പർ. അതിൽ ഫുൾ ഡിജിറ്റലിന്റെ പ്രിന്റ്. അതുപോലെ തന്നെ യോക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ ഫുള്ളി വർക്കാണ് വന്നിരിക്കുന്നത്. പിറ്റന്റെ വർക്ക്, ലേസ് വർക്ക്, ഡീറ്റെയിലിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒക്കെ ഷിമ്മറിൽ എന്ത് രസം, എന്ത് സോഫ്റ്റ് അല്ലേ? പാർട്ടി വെയർ അല്ലേ? ചിരിയൊക്കെ പോയാ? എനിക്ക് ചിരി മാത്രമല്ല, പറഞ്ഞു ചിരിപ്പിക്കല്ലേ എന്ന്. ഇതിന്റെ കൂടെ അടിപൊളി ഒരു ദുപ്പട്ട കേട്ടോ. ഇതും ഷിമ്മറിൽ തന്നെ. ആക്ച്വലി ഇത് 2 ഷെയ്ഡായിട്ട് വരുന്നത്, 2 ടോണിൽ വരുന്നതാണ് അല്ലേ? തോന്നില്ലേ? ഒരു ഗോൾഡും അതുപോലെ തന്നെ ഒരു ഗ്രീനും. സംശയം ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതാണ് കളർ വരുന്നത് കേട്ടോ. അപ്പൊ ഏത് കളർ വേണമെങ്കിലും നമുക്ക് പിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ബൾക്കായിട്ട് തന്നെ കിട്ടുള്ളൂ. ഇനി അടുത്തൊരു കളക്ഷൻ നോക്കാം നമുക്ക്. അടുത്തത് ഇത് തന്നെ പിടിക്കാം. വാവ്, എന്ത് രസമാണ്. പിടിക്കി.
ഇത് അടിപൊളി ഒരു ഷിമ്മറിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. ഷിമ്മർ ഉണ്ട്, കോട്ടൺ ഉണ്ട്, അങ്ങനെ എല്ലാ തരം മെറ്റീരിയൽ വരുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. 3 പീസ് കളക്ഷൻ വിത്ത് പാൻറ് അടക്കം വരുന്നതാണ്. ഒക്കെ 1200 ആ ഒരു റേഞ്ച്, അവിടെ നിന്ന് അങ്ങോട്ട് റേഞ്ച് കയറിപ്പോൾ അപ്പോൾ അതിനനുസരിച്ചിട്ട് വർക്ക് വ്യത്യാസം വരും, പ്രിൻറ്റ് വ്യത്യാസം വരും, അങ്ങനെ. അപ്പോൾ ഇത് ഒന്നുകൂടി നോക്കാം നമുക്ക്. ഷിമ്മറിൽ വരുന്ന ഒരു കളക്ഷനാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ആ കാര്യം. ലൈനിങ് ഏതാ മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത്? ഷെൻട്ടൺ. അത് കാര്യം ഞങ്ങൾക്ക് പൊന്തിച്ചിങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ തന്നെയാണല്ലോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഒരു സംശയമില്ലാന്ന്. പാൻറ്റും അത് തന്നെ? പാൻറ്റും ഷാൻറ്റോൺ. അത് ലൈനിങ് ഷാൻറ്റോൺ ആൻഡ് പ്രീമിയം ഷാൻറ്റോൺ. രണ്ടും രണ്ട് രീതിയിലാണ്. അവിടെ പ്രൊഡക്ഷൻ നടക്കണോടത്ത് പിന്നെയും കുറെ വർക്ക് നടക്കുന്നുണ്ട് അല്ലേ? അതെ. ഇപ്പോഴും ഇപ്പൊ ഏതാ ശരിക്കും കൂടുതൽ നടക്കുന്നത്? നമ്മളിപ്പം കാഷ്വൽസ് ആണ് കൂടുതൽ സമ്മർ വരാൻ കാഷ്വൽസ്, കിഡ്സ് വെയറും ആണ് കൂടുതൽ. ആ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പാർട്ടി വെയർ മാത്രമല്ല, കിഡ്സ് വെയർ ഉണ്ട്, ദുപ്പട്ടാസ് ഉണ്ട്, അതുപോലെ തന്നെ മെൻസ് വെയറിലും ഇവിടെ തന്നെയാണ്. ഷർട്ട്സ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഷർട്ട്സിന്റെ സൈസസ് ഒക്കെ എത്ര വരും? ഷർട്ട്സും ഇതുപോലെ തന്നെ സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ. ആ ഒരു എന്തായാലും അതിന്റെ കളക്ഷൻസിന്റെ വെറൈറ്റീസ് ഉള്ളിൽ കിടക്കുന്നുണ്ട് ഇഷ്ടം പോലെ കാണിക്കാനായിട്ട്. നമ്മളപ്പോൾ എന്തായാലും 3 പീസ് കളക്ഷൻസ് നമുക്ക് ഇനിയും കാണിക്കാനുണ്ടല്ലോ, കുറേ വെറൈറ്റീസ്. ഇതാ ഇതൊക്കെ എടുക്കണത് ബൾക്ക് തന്നെ എടുക്കണം കേട്ടോ. ഒരു സിംഗിൾ പീസ് ഇവിടെ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, കാരണം ഇത് പ്രീമിയം ഹോൾസെയിലേഴ്സ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹോൾസെയിലേഴ്സുകാരും അതുപോലെ തന്നെ റീറ്റെയിൽ കടക്കാരും അവരാണ് മെയിനായിട്ട് ഇവിടെ വിളിക്കേണ്ടത്. അതുപോലെ തന്നെ റീസെല്ലേഴ്സ് അലൗഡ് അല്ല അല്ലേ? റീസെല്ലേഴ്സ് മീൻസ് ഒരു പീസായിട്ട് പോകും, അപ്പോൾ അത് അലൗഡ് അല്ല. അതുപോലെ തന്നെ ഇത് നോക്കിയേ, നല്ല അടിപൊളി ഇത് ലേസിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ട് അതുപോലെ ടെസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഡിജിറ്റൽ പ്രിൻറ്റിൽ വരുന്ന ഒരു കളക്ഷനാണ്. ഇതൊരു സിമ്പിൾ സട്ടൽ ആയിട്ടുള്ളതാണ്. പാൻറ്റിൻ്റെ ഫിറ്റിങ്ങും അടിപൊളിയാണ്. പാൻറ്റിൻ്റെ ഫിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നമുക്കിങ്ങനെ പ്ലെയിനും അതുപോലെ ബാക്ക് സൈഡ് എലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പോക്കറ്റ്സും ഉണ്ട്, അതുപോലെ ലൈനിങ് ഉണ്ടോയെന്ന് ഞാൻ നോക്കിയാൽ ലൈനിങ്ങിൻ്റെ ആ ഒരു ഫീലിംഗ്, നല്ല കട്ടിയുള്ള മെറ്റീരിയൽ പാൻറ്റ്. അപ്പോൾ അതുകൊണ്ട് നീളടിക്കുന്ന ആ ഒരു പ്രശ്നമേ അല്ല. ഇതിൻ്റെ ദുപ്പട്ട നോക്കിയേ, ദുപ്പട്ട വരുന്നതും ഡിജിറ്റൽ പ്രിൻറ്റിൽ കേട്ടോ. നമുക്ക് എന്തായാലും ഫുൾ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചിട്ടുള്ള കാര്യമുള്ളൂ, കാരണം അത്രയും കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ കേട്ടോ. അപ്പോൾ ഇനി ഇത് കൂടാണ്ട് നമുക്ക് വെറൈറ്റീസ് എടുക്കും കുട്ടി. ഇനി കുട്ടിക്ക് ഹൈറ്റ് ഉണ്ട്, മോളിൽ നിന്ന് അവിടെ നീലൊന്നും അതെടുത്തേ. യെസ്, എനിക്ക് എത്തൂല, അത് കാരണ. ഇതിനെ കുറിച്ച് പറഞ്ഞേ. ഇതും ഒരു നൈലോൺ ഫാബ്രിക് ആണ്. നൈലോൺ മെറ്റീരിയൽ ആൻഡ് ഓർഗൻസയാണ് ഷാൾ വരുന്നത്. ദുപ്പട്ട ഓർഗൻസ വരുന്നു. 3 പീസിലാണ് കേട്ടോ. അപ്പോൾ ഇത് വീനക്ക് ട്രെൻഡ്. ഓക്കെ, പറയൂ ദുപ്പട്ടേനെ കുറിച്ച്. ദുപ്പട്ട സ്കാലപ്പ് ഗ്ലേസേഴ്സ് ആണ് വന്നേക്കുന്നത്. സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് ഫുൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫുൾ ഇങ്ങനെ വർക്കാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ദുപ്പട്ട പ്ലെയിൻ ആയിട്ട് മതി. ഇത് നമ്മുടെ ഓൺ ക്രിയേറ്റീവില് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനിയിപ്പോ ദുപ്പട്ടയിൽ വർക്കാണെന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ, അപ്പൊ അതേ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ്ഡ് ചെയ്ത് തരും. പിന്നെ കസ്റ്റമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സിന്റെ കാര്യം മാത്രമല്ല, ഇത് കൂടാണ്ട് ഇവിടെ ഈ ഒരു അങ്ങനത്തെ ലേബൽസിന്റെതും എല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഞാൻ പറയണ എന്റെ ലൈഫ് വിത്ത് ഷെൽമി ചാനലിന്റെ പറയുകയാണെങ്കിൽ അത് ചെയ്തുതരുമോ? ചെയ്തുതരും. അത് എത്ര ബൾക്ക് എടുക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് കോണ്ടാക്ട് ചെയ്താൽ മതി. യെസ്, കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പം നിങ്ങളുടെ ഓരോരുത്തരും ഇതൊക്കെ പേര് ഡിഫറെൻ്റ് ആയിരിക്കും, അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അടുത്തത് ഈ ഒരു സംഭവം എടുക്കാം, മുകളിലത്തെ നീ എടുക്കാം, ഞാൻ നിലത്തത് എടുക്കാം. അതായിരിക്കും ഹൈറ്റ് ബാലൻസ് ചെയ്യണ്ടേ. ഇത് നമ്മൾ ഇല്ല അല്ലേ? കാണുമ്പോൾ നല്ല രസമുണ്ട്, പക്ഷേ മെഹന്തിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻ. ഇതും പറയൂ. ഇതും സിൽക്കി ഫാബ്രിക് ആണ് വരുന്നത്. മോസ്റ്റ് ഓഫ് ദം ആർ പാർട്ടി വെയർസിൽ സിൽക്കി കൈൻഡ് ഓഫ് ആ ഒരു ടച്ച് വരുന്നുണ്ട്. ആ ഒരു കുറച്ചൊരു റോയൽ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തിളക്കം എന്തായാലും ഉണ്ടാവുന്ന. നമുക്ക് ജ്വല്ലറി ഒന്നും വലിയ കാര്യത്തിൽ യൂസ് ചെയ്യേണ്ട, നമ്മുടെ ഡ്രസ്സ് ഇട്ടാൽ തന്നെ നല്ലൊരു തിളക്കായി. അതുപോലെ തന്നെ ഇതിന്റെ ദുപ്പട്ടയിലും ലേസസ് ആണ് സൈഡിൽ യൂസ് ചെയ്തേക്കുന്നത്. സ്കാലപ്പ് ലേസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ചെറുതായിട്ടൊരു ഡിജിറ്റലിന്റെ വർക്കും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു അടിപൊളി വർക്കാണ് ഡിജിറ്റലിന്റെ. വാഷ് ചെയ്താൽ കംപ്ലൈന്റ് വരില്ല. ആ പ്രിന്റോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ പാൻറ്റ് ഇതാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കളക്ഷനായി. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നതിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. സോ ഇത് റയോൺ ഫാബ്രിക് ആണ്. റയോൺ മിക്സിൽ വരുന്നതിൽ സിൽക്കും കൂടി മിക്സ് ആണ്. റയോൺ സിൽക്ക് ആണ് വരുന്നത്. ആൻഡ് ഗ്യാദേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഒരു നീറ്റ് ലുക്ക് കിട്ടും. ആൻഡ് വീനെക്ക് ഹൈനെക്ക് ആയിട്ടുള്ളത്. പിന്നെ ആലിയ കട്ട്. ഇത് ഇട്ടപ്പോ ഭംഗിയില്ല, സത്യം പറഞ്ഞോ. ഭംഗിയുണ്ട്. ആർക്ക്? എനിക്കാണോ നിനക്കാണോ? ഞാൻ ഇട്ടിട്ടില്ലല്ലോ. ഞാൻ ഇട്ടിട്ടില്ല. അപ്പൊ എനിക്കാണ് ഭംഗി. എന്തായാലും ഇത് ഇട്ടപ്പോൾ ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി ലുക്കാണ്. എന്തായാലും ഒരു പാർട്ടി വെയർ, ഒരു ആങ്കിൾ ലെങ്ത് പോലെയാണ് ഇതിന്റെ ഫീലിംഗ് വരുന്നത്. എന്നിട്ട് അത്ര ലെങ്ത് കുറവുമല്ല.
അത്യാവശ്യം നമുക്ക് ലെങ്ത്തും വരുന്നുണ്ട്. 3/4 ആണ് ഇതിന്റെ സ്ലീവ്. പിന്നെ എൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ കൂടെ ദുപ്പട്ട വരുന്നുണ്ട്. ദുപ്പട്ട ഞാൻ ഫസ്റ്റിൽ ഇട്ടപ്പോൾ കണ്ടു എന്ന് വിചാരിക്കണം. എന്തായാലും എനിക്ക് ഇതിന്റെ ഫിനിഷിങ് കാര്യങ്ങൾ ഇഷ്ടമായി. ഇത് പിന്നെ ഒരു ഡ്രോ സ്ട്രിങ് ഒക്കെ ഉണ്ട്, ടെസൽസ് വെച്ചിട്ട് നമുക്കിങ്ങനെ ആവശ്യമനുസരിച്ചിട്ട് കെട്ടി വെക്കാനുള്ളത് ഞാൻ കെട്ടി വെച്ചതായിരുന്നു ഒരു തവണ. പിന്നെയും സംസാരത്തിൻ്റെ ഇടയിൽ അത് പോയതാണ്. അത് വീണ്ടും അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അടുത്ത കളക്ഷൻസിലേക്ക് കിടന്നാലോ? വാവ്, വീണ്ടും ഒരു ഗ്രീൻ. ഇത് പോൾക്ക ഡോട്ട് എവർ ഗ്രീൻ എന്ന് വെച്ചാൽ പോൾക്ക ഡോട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളക്ഷനാണ്. അത് നമ്മുടെ 70s 80s കാലഘട്ടം തൊട്ട് ഈ ഒരു പോൾക്ക ഡോട്ട് ട്രെൻഡിലാണ്. അത് ഇപ്പോഴും ട്രെൻഡ് തന്നെയാണ് കേട്ടോ. ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. വീനെക്കാണ്. വീനെക്കിൽ ഇതുപോലെ തന്നെ ഫുൾ ഓവറോൾ വർക്ക് അല്ല, ബീഡ് വർക്ക്സ്. ഈ ഹാൻഡ് വർക്ക് ഒക്കെ നമ്മുടെ തന്നെയാ, നമ്മൾ തന്നെ ചെയ്യിപ്പിക്കുന്നത്. ഒക്കെ അപ്പൊ ഒന്നും പുറമേ അല്ല, ഒക്കെ നിങ്ങളല്ലേ? ഒക്കെ ഇവരുടെ ഓൺ പ്രൊഡക്ഷൻ ആട്ടോ. ഒന്നിനും പുറത്തേക്ക് പോവേ വേണ്ട. എല്ലാം എന്ത് മോഡൽ വേണമെങ്കിലും പറഞ്ഞാൽ നമുക്ക് ചെയ്ത് തരാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ദുപ്പട്ട ലൈറ്റ് കോൺട്രാസ്റ്റിൽ വരുന്നത് അല്ലേ? സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. സ്കാലപ്ഡ് വിത്ത് ഷുഗർ ബീഡ്സ് സൈഡിൽ കൊടുത്തു. ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത്. ഇതിൻ്റെ കളേഴ്സ് ഓപ്ഷൻസ് ഉണ്ടാവും എന്ന് വിചാരിക്കണം. എന്തായാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് വിളിച്ച് ചോദിക്കാം. വിളിച്ച് ചോദിക്കുമ്പോൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത കളക്ഷൻസിൽ നമ്മുടെ പാർട്ടി വെയർ കഴിഞ്ഞിട്ടില്ല. ഇത്രയും കളക്ഷൻസ് ഇവിടെ വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ എന്നാലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ കായംകുളത്താണ്. എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ലൊക്കേഷൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാം. എന്തായാലും കളക്ഷൻസ് നമുക്ക് നോക്കാം. അടിപൊളി ഒരു സ്ട്രെയിറ്റ് കുർത്തിയാണ് വരുന്നത്. സ്ട്രെയിറ്റ് കുർത്തിയിൽ വീനെക്ക്, വീനക്ക് അതിൽ ലേസ് ആണ് അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പ്രിന്റ് ആണ്. 3/4 ആണ്. ദുപ്പട്ട വരുമ്പോൾ നമുക്ക് പ്ലെയിനിലാണ് വരുന്നത്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഈ ഒരു ഗ്രേ ഷെയ്ഡ് അല്ലേ? ഗ്രേ അല്ലെങ്കിൽ ടീൽ ഷെയ്ഡ് എന്നും പറയൂല്ലേ ഇതിനെ? കുറച്ചും കൂടെ ഒരു പീകോക്ക് ഷെയ്ഡ് അതല്ല വരിക. ഇത് ഗ്രേ. ആക്ച്വലി ഗ്രേയിലൊക്കെ വേണമെങ്കിൽ പെടുത്താം കേട്ടോ. അത് ഗ്രേയിൽ പെടുത്താതല്ല, ഗ്രേ തന്നെയാണ്. ഇതിൽ സ്കാലപ്പിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ, ഇത് ഗ്രേ ആണോ എന്നുള്ളത് ടീലാണോ എന്നുള്ളത്. വേണ്ട, ഒരു കാര്യം ചെയ്യാം. നമ്മൾ രണ്ടുപേർക്കും ഒരു കൺഫ്യൂഷൻ ആണ്. അപ്പൊ ആ കൺഫ്യൂഷൻ തീർക്കാനായിട്ട് നിങ്ങൾ ഞങ്ങളൊന്ന് സഹായിച്ചാൽ മതി. കോമന്റ് സെക്ഷനിൽ ഈ കളർ ഏതാണെന്നുള്ളത് ഒന്ന് പറഞ്ഞു തരും ആരെങ്കിലും അല്ലേ? അല്ല, അവര് പറഞ്ഞോട്ടോ ഇത് ഏതാ കളർ എന്നുള്ളത്. ഞങ്ങൾക്ക് രണ്ടാൾക്ക്. ഞാൻ പറയുന്നത് ഗ്രേ, ആള് പറയുന്നത്. ഓക്കെ. അപ്പൊ അടുത്ത കളക്ഷൻ ഒക്കെ നമുക്ക് അടുത്തത് കുറെ ഉണ്ടല്ലോടാ. ഏതൊക്കെയാ പിക്കേണ്ട? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഷെയ്ഡ്. അടിപൊളി. പിന്നെ ഒക്കെ നല്ല സെപ്പറേറ്റ് പാക്കിങ്ങിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആവുക. പിന്നെ എത്ര ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കണം അതൊക്കെ നമുക്ക് വിളിച്ച് ചോദിച്ചേ പറ്റുള്ളൂ. ഇതാ, വാവ്, അടിപൊളിയല്ലേ? ഓർഗൻസ. ഇത് ഇട്ട് വരുമ്പോ ലുക്ക് സൂപ്പർ ആയിരിക്കും കേട്ടോ. അല്ലേ? ഫേസിൽ നല്ല അടിപൊളി ലുക്ക് ആയിരിക്കും. അതുപോലെ തന്നെ 3/4 ആണ് ഇതിന്റെ സ്ലീവ്. സ്ലീവിൽ നമുക്ക് ലൈനിങ് ഇല്ല, പക്ഷെ ഓവറോൾ ഇതിൽ ലൈനിങ് വന്നിട്ടുണ്ട് അല്ല? ബോഡിയിൽ എന്താ ലൈനിങ് കൊടുക്കണം? സെയിം ഷാൻഡൂണ് തന്നെ അത് നമ്മൾ യൂസ് ചെയ്യാറ്. അതാണ് കൂടുതൽ പ്രിഫർ ചെയ്യാറ് ഇവര്. അതുപോലെ കോട്ടന്റെ വരുമ്പോൾ നമ്മൾ കോട്ടൺ ലൈനിങ് യൂസ് ചെയ്യും. അല്ലാത്തതിൽ ഷാൻഡോൺ അത് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. ഇതിൽ പാന്റ് വരുമ്പോഴും സെയിം ഒന്നില്ലെങ്കിൽ കോട്ടൺ അല്ലെങ്കിൽ ഇത് കോട്ടൺ ആണ്, അല്ലെങ്കിൽ ഷാൻറ്റൂൺ. ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും എന്തായാലും, ഉറപ്പുള്ള കാര്യം. അതിന് അപ്പൊ ഇത് 3 പീസിന്റെ പാർട്ടി വെയർ കളക്ഷൻസ് ആണ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഒരു പച്ച കണ്ടില്ല, അതിന്റെ കളർ ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞില്ലേ പോൾക്ക ഡോട്ടിൽ? അതിന്റെ കളർ ചേഞ്ച് ഇതൊക്കെയാണ് കളേഴ്സ്. യെസ്, ഏത് വേണം? പിങ്ക് വേണോ, യെല്ലോ വേണോ, ഗ്രീൻ വേണോ, ഏതൊക്കെ കളേഴ്സ് വേണമെങ്കിൽ എല്ലാ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഒരു ഒറ്റ ഡിസൈനിൽ തന്നെ കളേഴ്സും അവൈലബിൾ ആണ്, സൈസസും അവൈലബിൾ ആണ്. അപ്പോൾ ബൾക്കായിട്ട് തന്നെ എടുക്കണം. B2B ആണ് കേട്ടോ. ഹോൾസെയിൽ, പ്രീമിയം ഹോൾസെയിൽസ് ആണ് ഇവര്. മുകളിലേക്ക് വെക്കി, ഹൈറ്റ് ഉണ്ടല്ലോ. യെസ്, സാധാരണ ഡിസൈനിങ് പണിയാണ്. അവിടെ ഇവിടെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ ഒന്ന് വെച്ചേ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഈ ഒരു കളക്ഷൻ കൂടിയും എടുക്കാം നമുക്ക്. ഈ ഒരു കളക്ഷൻ നോക്കിയാൽ നല്ല അടിപൊളി പാർട്ടി വെയർ. ഫുൾ നെക്കിൽ ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതും ബീഡ് വർക്ക് ഇതൊക്കെ തന്നെയാണ് ഫുൾ വരുന്നത് കേട്ടോ. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ വർക്കൊക്കെ ഇവരുടെ ഓൺ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ലീവ് ഇന്ത് പ്രിറ്റിയ അല്ലേ? യെസ്, സ്കാലപ്ഡ് സ്ലീവ്. പിന്നെ സോളിഡ് കളറാണ് നമ്മൾ ടോപ്പിലും പാൻറ്റിലും കൊടുത്തേക്കുന്നത്. ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് പ്രിന്റഡ് ഷാൾ, അതും സ്കാലപ്പിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാണ് ഓവറോൾ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും ഈ ഒരു സംഭവം തന്നെ ഉണ്ടാവണമെന്നില്ല, എപ്പോഴും ഇങ്ങനെ ഓരോ സമയത്ത് മാറിക്കൊണ്ടിരിക്കും. എന്താ പ്രൊഡക്ഷൻ നടക്കണം ആ സംഭവമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇത് ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് സെയിലായി പോയി കഴിഞ്ഞാൽ അടുത്ത പ്രൊഡക്ഷൻ്റെ സംഭവമായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് മൊത്തം. അപ്പോൾ നേരിട്ട് വരണമെങ്കിൽ വരാം, അല്ലെങ്കിൽ നമുക്ക് വീഡിയോ കോൾ ത്രൂ ആയാലും നമുക്ക് കളക്ഷൻസ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുൾ നമുക്ക് പാർട്ടി വെയർ കളക്ഷൻസായി. പാർട്ടി വെയർ കളക്ഷൻസ് കുറച്ച് കൂടുതൽ കാണിച്ചു എന്ന് വിചാരിക്കണം. ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു 5% മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. ഇനിയും കാണിക്കാൻ കിടക്കുന്നുണ്ട്. പക്ഷേ ഇനിയും നമുക്ക് ഇവിടെ വെയിറ്റിംഗ് ആണ്. നമ്മുടെ വെസ്റ്റേൺ, യെസ്, വെസ്റ്റേണിൻ്റെ കാര്യത്തിൽ നമ്മൾ പിന്നാക്കല്ല. വെസ്റ്റേണിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് അറിയണ്ട, ജസ്റ്റ് 200 ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ്. 200 തൊട്ട് അവിടെ നിന്ന് അങ്ങോട്ട് റേറ്റ് കയറിപ്പോവും. അപ്പോൾ ഫുൾ വെസ്റ്റേൺ വേറെ കളക്ഷൻസ്. പീസ്ഫുൾ ആയിട്ടുള്ള കളർ ആദ്യം എടുക്കാം, വൈറ്റ്. ഇതൊക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് കേട്ടോ. ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ നിങ്ങൾ വെസ്റ്റേണും അവിടെ തന്നെയല്ല പ്രൊഡക്ഷൻ? എല്ലാം അവിടെ തന്നെയാണ് പ്രൊഡക്ഷൻ, എല്ലാം അവിടെ തന്നെയാണ്. ഒരു സ്ഥലത്തും പോകേണ്ട ആവശ്യമില്ല. വെസ്റ്റേൺ ആയാലും കിഡ്സ് ആയാലും എല്ലാ കാര്യത്തിലും. പക്ഷേ ഇതൊക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് ചെയ്യുന്നത്. ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ തന്നെ നമുക്ക് ദുപ്പട്ടാസ്, ഷോൾസ് ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ സൈസസ് വരുമ്പോൾ എങ്ങനെയാണ് വരാം? സെയിം സൈസ്. നമ്മളൊരു സൈസ് ചാർട്ട് ഫോളോ ചെയ്യുന്നതിൽ എല്ലാത്തിലും നമ്മളൊരു സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ ആൻഡ് ചിലർ നമ്മൾ XXL കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു കളക്ഷൻ. ഇത് കൂടാണ്ട് നമുക്ക് അടുത്തൊരു വെസ്റ്റേൺ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ കളക്ഷൻ എടുക്കാം. ഇതാവുമ്പോൾ നമുക്ക് വാവ്, ഇത് രസമാണ്. ഇതെന്ത് സംഭവം? അതൊരു ക്രോപ്പ് ടോപ്പ് അല്ല, ഒരു കുർത്തി ടൈപ്പ്. പക്ഷെ നല്ല രസമില്ലേ ആ ഐറ്റം പിടിച്ചേ? എന്നാലും ശരിക്കുള്ള അതിൻ്റെ നിങ്ങൾക്ക് ഡിസൈൻ മനസ്സിലാവുള്ളൂ. ആക്ച്വലി ഇതൊരു കഫ്താൻ പോലെയൊന്നും വേണമെങ്കിൽ പറയാം. എന്നാൽ കഫ്താൻ അല്ല, ഇത് ടോപ്പാണ്. ഫുൾ ഫ്ലീറ്റഡ് ആണ്, നല്ല കംഫർട്ടബിൾ ആയിരിക്കും. പ്രത്യേകിച്ച് പ്രഗ്നന്റ് ലേഡീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് അടിപൊളിയായിരിക്കും. ഗ്യാദേഴ്സ് പ്ലീറ്റ്സ് ഒക്കെ വരുന്നതുകൊണ്ട് ആ ഒരു കുറച്ചുകൂടി കംഫർട്ടബിൾ കൂടുതലായിരിക്കും കേട്ടോ. പിന്നെ ബാക്കിലാണ് സിബ്, ഹിഡൻ സിബ് വന്നിരിക്കുന്നത്. ഇത് അടിപൊളി. ഇതിൻ്റെയൊക്കെ കളേഴ്സ് ഉണ്ടാവില്ല അല്ലേ? ഇതെനിക്കൊരു നോട്ടം ഉണ്ട് കേട്ടോ. കാരണം ഇത് ഒരു സ്ഥലത്ത് അങ്ങനെ പ്രത്യേകിച്ച് കണ്ടിട്ടില്ല. നമ്മൾ സാധാരണ കഫ്താനൊക്കെ കാണാറുണ്ട്, പക്ഷേ ഇത് സ്റ്റിച്ചഡ് ആയിട്ട് വരുന്നത്. സ്ലീവിൻ്റെ ഈ ഒരു പോർഷൻ സ്റ്റിച്ചഡ് വിത്ത് ചിറകോട് കൂടിയിട്ട്. 2 ചിറകുണ്ടല്ലോ നമുക്ക് പറക്കാനായിട്ട്. മനസ്സിലായോ? വലുത് മലയാളം അറിയോ കുട്ടിക്ക്? അറിയാം. ചിറകെന്ന് പറയുന്നത് ചിറക്, വിങ്സ്. ആ മതി, ദൈവമേ മനസ്സിലായോ? ഓരോ റിയാക്ഷൻ നീ ഹിന്ദിയിൽ പറയണോ ഇംഗ്ലീഷിൽ പറയണോ? ഏത് വേണമെങ്കിലും നമ്മൾ റെഡിയാണ്. മലയാളം മതി, അതാണ് നല്ലത്. ഓക്കെ. ഇനി ബ്ലാക്ക്, ഇതും ഇതിനെ കുറിച്ച് പറഞ്ഞേ. ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത്. ആൻഡ് ഇവിടെ ടൈ ചെയ്ത് വെക്കാൻ പറ്റും. സോ ഷേപ്പ് ഇത് ഈ സൈഡ് ഇങ്ങനെ ആൾക്കാരുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഷേപ്പ് അനുസരിച്ചിട്ട് നിൽക്കും. ഇതിൻ്റെ ഫ്രണ്ട് ലുക്കാണ് ഇത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ലുക്കാണ് ഈ കാണുന്നത്. ഓവറോൾ അടിപൊളിയാണ് ഇതിൻ്റെ ലുക്ക്. ജോർജറ്റിൻ്റെ മെറ്റീരിയൽ വരുന്നതാണ്. അതുപോലെ ഇതൊരു ക്രഷ് മെറ്റീരിയൽ, ക്രഷ് വിത്ത് ക്രോഷ്യർ. ആ ഒരു ഡീറ്റെയിലിംഗ് ആണ് നെക്കിൽ പോർഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഹൈ നെക്ക്, ഹൈനെക്ക് എന്നും പറയാലോ. ഹൈനെക്ക് തന്നെയാണ് പറയുന്നത്, ഒരു സംശയമില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത്. സാധാരണ ഒരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് വരുന്നത്. ക്രഷ് മെറ്റീരിയൽ ആണ് ഓവറോൾ. എന്നുവെച്ചാൽ ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ്. നമുക്ക് ക്രഷ് പോലെ ഇങ്ങനെ ഫുൾ ഓവറോൾ ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇത് വെസ്റ്റേണിൽ വരുന്നത് 200 ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ്. 200 തൊട്ട് വെസ്റ്റേൺ വെയർ എന്നൊക്കെ പറയുമ്പോൾ അടിപൊളി, ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. യെസ്, ഓഫ് കോഴ്സ്. ഇത് നോക്കിയാലോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ എടുക്കേണ്ടി വരും. മൊത്തം വെസ്റ്റേൺ ആണ് ഇരിക്കുന്നത്. ഇത് മാത്രമല്ല ലേഡീസിനുള്ള ജീൻസും അവൈലബിൾ ആണ് കേട്ടോ. ഇതും ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്നതാണ്. പറയൂ. ടോപ്പായിട്ട് യൂസ് ചെയ്യാം, ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാം, ഓർ കുർത്തി, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അടിയിലൊന്നും ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പാൻറ് വേണമെങ്കിൽ ഇടാം, ഷോർട്സ് വേണമെങ്കിൽ ഇടാം. അവരവരെ ഇഷ്ടമാണ്. പക്ഷെ അടിപൊളി ഒരു ഫാബ്രിക് ആണ്. നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ഫാബ്രിക് ആണ് ഇത് കേട്ടോ. ക്രഷ്ഡ് ടെക്സ്ചർ ഒക്കെയാണ് അല്ല, ക്രഷ്ഡ് ആയിട്ടുള്ളത്. ഇതും സൈസസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ റേറ്റ്, ഇതിൻ്റെ എക്സാക്ട് റേറ്റ് അറിയണമെന്ന് വെച്ചാൽ വിളിച്ച് ചോദിച്ചാൽ മതി. പക്ഷേ ഇവിടെ സ്റ്റാർട്ടിങ് 200 തൊട്ടാണ് വരുന്നത്. ആ ഒരു കാര്യത്തിൽ ഉറപ്പ്. ഇത് നോക്കാം, എടുക്കുകയാണെങ്കിൽ എല്ലാം എടുക്കേണ്ടി വരും. ഇത് കോട്ടൺ ഫാബ്രിക്. കോട്ടണിൽ ഈ സ്ലീവിന് എന്തോ പറയൂലോ, ബിഷപ്പ് സ്ലീവ്. ബിഷപ്പാ? ക്രിസ്ത്യനെ എനിക്കറിയില്ല എന്ത് സ്ലീവാണത്. ബിഷപ്പ് സ്ലീവ് എന്ന് കണ്ടാ. ഇതിൽ ഫുൾ എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ നമുക്ക് കെട്ടി തരുമോ? ഇങ്ങനെയാണ് കെട്ടുന്നത്. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കെട്ടാൻ നല്ല സുഖമായിരിക്കും കേട്ടോ. എന്നാലും ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്കാ, അടിപൊളി ഒരു ലുക്കായിരിക്കും. നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ജസ്റ്റ് ഇങ്ങനെ ഒരു ഈ സംഭവം ഇങ്ങനെ വെറുതെ ഇട്ടാൽ മതി, ഒന്നും ഇട്ടില്ലെങ്കിലും പിന്നെ അല്ലേ, സിമ്പിൾ ഒരു ഫ്രോക്കായിട്ട്. സ്ലീവിലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഫുൾ എംബ്രോയ്ഡറിയുടെ വർക്കാണ് കേട്ടോ. മെഷീൻ എംബ്രോയ്ഡറി. ബിഷപ്പ് സ്ലീവ് കേട്ടോ. ഒരു കാര്യം കൂടുതൽ പഠിച്ചു നമ്മൾ. ഇത് നമ്മുടെ ഞാനിത് തിളക്കം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പാർട്ടി വെയർ ആണെന്നുള്ളത്. പക്ഷെ പാർട്ടി വെയർ അല്ല, ഇതും ഒരു വെസ്റ്റേൺ
വെയറിലും പെടുത്താം, ഗൗൺ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആക്ച്വലി ഇറ്റ് ഈസ് എ ഗൗൺ, വെസ്റ്റേണും അല്ല പാർട്ടി വെയറും അല്ല നമുക്ക്. അപ്പോൾ ഗൗണും ഉണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി എത്നിക് വെയറും അതുപോലെ വെസ്റ്റേൺ വെയറും കിഡ്സ് ഇതൊക്കെയാണ് പറയുന്നത്. ഗൗണിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഗൗണും ഉണ്ട്. ഗൗണും ഇവരുടെ ഓൺ പ്രൊഡക്ഷനാണ്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. അടിയിലത്തെ മെറ്റീരിയൽ വരുന്നത് നെറ്റിൽ, സോഫ്റ്റ് നെറ്റിൽ കേട്ടോ, കോട്ടൺ പ്ലസ് സോഫ്റ്റ് നെറ്റാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത കളക്ഷൻ നോക്കാം. എടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ അങ്ങോട്ട് എടുക്കേണ്ടി വരും. ഇതൊക്കെ ഫുൾ എനിക്ക് കാണിക്കണതുണ്ട് കേട്ടോ, നല്ല രസമായിട്ടുണ്ട്. എന്ത് രസമാണ് ഇത്, ഫുൾ വെസ്റ്റേണിൽ വരുന്ന കളക്ഷൻ. ഇതിനെ കുറിച്ചൊന്ന് പറയാം. ഞാൻ കുറേ നേരം എനിക്ക് ഇനി ഇത്തിരി വെള്ളം കുടിക്കണം. ചേച്ചി എന്നെ അങ്ങനെ വർത്താനം പറയിപ്പിക്കില്ല. ആ കുട്ടി വെറുതെ അങ്ങനെ തിരിഞ്ഞു. പറയൂ. ഈ ബിഷപ്പ് സ്ലീവ് അല്ലേ? ബിഷപ്പ് സ്ലീവ് മെയിൻലി കുറച്ചും കൂടെ പഫി ആയിട്ട് വന്ന് ഇവിടെ ഒരു ഇങ്ങനെ ആയിരുന്നു. അതിന്റെ അത്രയും പഫി ആയിട്ടുള്ളതല്ല, അല്ല എന്നാലും പഫിയാണ് ചെറുതായിട്ട്. അപ്പൊ ഈ സ്ലീവിന് എന്ത് പറയും? എന്തോ ഒരു സ്ലീവ് അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് വായിട്ടൊന്നും വിളിച്ച് പറയാം. പക്ഷെ എന്തായാലും ഇതൊരു സ്ലീവാണ്, നിങ്ങൾക്ക് ഇടാൻ പറ്റും. എന്തായാലും ഇതൊരു വെസ്റ്റേൺ വെയറിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു നെക്ക് പോർഷനിൽ ഇങ്ങനെ ബോക്സ് പ്ലീറ്റ്സ് ഒക്കെ കൊടുത്ത് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ലുക്ക് വെസ്റ്റേൺ ആക്കിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ വെസ്റ്റേണിൽ തന്നെ നമുക്ക് ഇത് അടിപൊളിയാണ്. ക്രഷ് മെറ്റീരിയൽ, ഇത് റിങ്കിൾ മെറ്റീരിയൽ. അതുപോലെ തന്നെ ഇതൊരു കുർത്തിയായിട്ട് യൂസ് ചെയ്യാം, ജസ്റ്റ് ആസ് എ ഫ്രോക്ക് ആയിട്ട് യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. യോക്കിൽ ഇതുപോലെ വർക്ക്, സ്ലീവ് പോർഷനിലും ചെറുതായിട്ട് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മിറർ വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലുക്ക് വരുന്നത്. അടുത്ത വെസ്റ്റേണിലേക്ക് കിടക്കാം. ഇനി ഇവരുടെ പ്രൊഡക്ഷൻ എനിക്ക് ഒന്നുകൂടിയും കാണണമെന്നുണ്ട് കേട്ടോ. എനിക്കെന്ന് അങ്ങോട്ടൊക്കെ പോകണം വീണ്ടും. കാരണം ഒരു സ്ഥലത്തല്ല പ്രൊഡക്ഷൻ നടക്കുന്നത്, മെയിനായിട്ട് ഒരു സ്ഥലത്ത് പ്രൊഡക്ഷൻ നടക്കുന്നില്ല. പക്ഷെ വെയർ ഹൗസ് എന്ന് പറയുന്ന സംഭവം 4 or 5 സ്ഥലത്തുണ്ട്. നമ്മളൊന്നും അങ്ങോട്ട് ഇനി പോകണില്ല, കാരണം ഈ കാണുന്നതൊക്കെ തന്നെയാണ് അവിടെയും ഉണ്ടാവുക. വേറെ വെറൈറ്റീസ്, വേറെ ഡിസൈൻസ്. പക്ഷെ എല്ലാം കാണിക്കാൻ പോസിബിൾ അല്ല. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒന്ന് വീഡിയോ കോൾ ചെയ്താൽ മതി. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാം. ജോർജറ്റ് പറയൂ. ജോർജറ്റ് ആണ്, ലേസ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ടോപ്പായിട്ട് ഇടാം, മേ ബി ഡ്രസ്സായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇതൊക്കെ ബീച്ച് വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന പോലെ ഞങ്ങളൊക്കെ കൂടുതൽ അവിടെ ബീച്ച് ഇല്ലേ, ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോവാറില്ലേ? അങ്ങനെയൊക്കെ ഇട്ട് പോവാറുണ്ട്. അതോടെ പെട്ടെന്ന് ബീച്ചിന്റെ കാര്യം ഓർമ്മ വന്നത്. ഇനി അടുത്തൊരു പാറ്റേണും ബീച്ചുമായിട്ട് കുറച്ച് സിങ്ക് ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു സംഭവം പറഞ്ഞത്. ഇത് വരുന്നതും റിങ്കിൾ മെറ്റീരിയൽ, റിങ്കിൾ പറയാം, ഇമ്പോർട്ടഡ് ഫാബ്രിക്കും പറയും. ക്രഷ്ഡ് ഫാബ്രിക്കിലാണ് വരുന്നത്. സിമ്പിൾ ഫ്രോക്ക് കൈൻഡ് ഓഫ്, അത്രേ ഉള്ളൂ. സിമ്പിൾ ഫ്രോക്കാണ്. പക്ഷേ ഇതിൽ സ്ലീവ് എന്ന് പറയുമ്പോൾ ക്രോഷ്യേയുടെ ലേസിന്റെ ഡീറ്റെയിലിംഗ് ഇടയിൽ വന്നിട്ടുണ്ട്. പിൻടെക് യൂസ് ചെയ്തിട്ടുണ്ട്. എവിടെ പിൻടെക് ഡിസൈൻ? പിൻടെക്കിന്റെ ഇത് ചെറുതായിട്ട് ഈ ഡീറ്റെയിലിംഗ് ഞാൻ യോക്കിലാണ് തപ്പണത്, പിൻടെക്സിന്റെ ഡിസൈൻ. അപ്പൊ യോക്കിലല്ല, സ്ലീവിലാണ് വന്നിരിക്കുന്നത്. ചെറുതായിട്ട് ഒരു ഇങ്ങനെ വലിയ ടൈപ്പ് തുണി കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് വരുന്നത് നമുക്ക് വെസ്റ്റേൺ വെയറുടെ കളക്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇനി ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നത് വെസ്റ്റേൺ തന്നെയാണ് തോന്നുന്നു. ഇത് ഫുൾ എംബ്രോയിഡറിയിൽ അല്ലേ? എംബ്രോയിഡറി ഫ്രോക്കാണ് ആക്ച്വലി കേട്ടോ. അത് ഫ്രോക്ക് അല്ലേ? ഫ്രോക്കാണ് ആക്ച്വലി. ഇതൊരു പീച്ച് ഷെയ്ഡിൽ നല്ല ഓവറോൾ. ഇത് ഡോബി മെറ്റീരിയൽ അല്ലേ? അതെ, ഡോബി. ഇങ്ങനെ പഠിച്ചു, കുട്ടി പഠിച്ചു കണ്ടാ, എന്നെ പഠിപ്പിച്ചു ഡോബി മെറ്റീരിയൽ കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ സ്ലീവില് ഫുൾ ഓവറോൾ ഇതുപോലെ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അത് ഫ്രണ്ട് സൈഡിൽ മാത്രമല്ല ബാക്കിലും ഫുൾ ഓവറോൾ ഈ എംബ്രോയിഡർഡ് ഫാബ്രിക് ആണ്. ഫാബ്രിക് അങ്ങനെ തന്നെയാ വന്നിരിക്കണം. അതെ, നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നതല്ല, ഫാബ്രിക് എംബ്രോയിഡർഡ് ആണ്. അപ്പൊ അങ്ങനത്തെ ഫാബ്രിക് യൂസ് ചെയ്തിട്ടാണ് സ്ലീവ് പോർഷൻ റെഡി ആക്കിയിരിക്കണത്. സ്ലീവ് ആൻഡ് യോക്ക് പോർഷനും ഉണ്ട് അല്ലേ? ഫ്രണ്ട് ലുക്ക് എനിക്ക് കാണാനില്ലല്ലോ. ഫ്രണ്ട് ലുക്ക് അവിടെ നിന്നാണ് നോക്കണം, ബാക്ക് ഞാനാണ് നോക്കണത്. കണ്ടോ എന്താ ലുക്ക്? അപ്പൊ ഇത് വെസ്റ്റേണിലായി. ഇനി നമുക്ക് കുറച്ച് കിഡ്സിന്റെ സെക്ഷനിലേക്ക് പോയാലോ. ഈ ഫുൾ കാണുന്നത് മൊത്തം വെസ്റ്റേൺ വെയറുടെ കളക്ഷൻസ്. അതുപോലെ ഇത് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. ഇനി ഇപ്പുറത്തെ സൈഡ് നമുക്ക് കിഡ്സിന്റെ നോക്കാം. കിഡ്സിന്റെ ആണെങ്കിൽ സാധാരണ നമ്മൾ കാണാറുണ്ട്, ഒരു ബൾക്ക് അവരിങ്ങനെ എടുത്ത് കാണിക്കും. എന്നിട്ട് ഇതിൽ നിന്ന് 4-5 പീസിൽ ഏതാ സൈസ് ചോദിക്കും, അതിൽ നിന്ന് ഒരു സൈസ് എടുത്തിട്ട് റീറ്റെയിൽ ഷോപ്പിൽ ഒരു കസ്റ്റമർ വരുമ്പോൾ എടുക്കുന്ന സംഭവം ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. ഇതാ ഇങ്ങനെയാണ് 5 പീസിന്റെ സെറ്റാണ് കേട്ടോ അത് വരുന്നത്. 5 യെസ് 5 പീസിന്റെ. അപ്പൊ ഇതിന്റെ കുറച്ച് കളക്ഷൻസ് നമുക്ക് നോക്കിയാലോ. ഇവിടെ കുറച്ച് സംഭവങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇതെന്താണ്? നെക്ക് സാധാരണ ഹുഡി അല്ല, ബാക്കിൽ ക്യാപ്പ് ഇല്ല ആക്ച്വലി. ഇത് പക്ഷെ എന്നാലും ഇങ്ങനെ ടൈറ്റ് ആയിട്ട് കിടക്കും, കാരണം
തണുപ്പ് സമയത്തൊക്കെ കുട്ടികൾക്ക് തണുപ്പ് ഉള്ളിലേക്ക് കാറ്റ് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമൊക്കെയാണ് കേട്ടോ. എന്തായാലും ഇതൊരു ടീഷർട്ടാണ് അല്ലേ? ടീഷർട്ടാണ്, ഫുൾ സ്ലീവിൽ വരുന്നതാണ്. ഫുൾ സ്ലീവും അടിപൊളിയാണല്ലോ. എന്തോ ഒരു മാറ്റം ഉണ്ട് കേട്ടോ ഈ ഒരു അല്ല ഇത് പ്രിന്റ് ഒട്ടിയിരിക്കണതാണ് ഞാൻ എന്താണെന്ന് വിചാരിച്ചു. പക്ഷെ എന്തായാലും സംഭവം അടിപൊളിയാണ്. ഇത് ഫുൾ ഒരു ടീഷർട്ട്. ഇനി കോളർ ടീഷർട്ട് വേണോ? കുട്ടികൾക്ക് സൈസസ് ഒക്കെ എത്ര വരും? എങ്ങനെയാണ്? കുട്ടികൾക്ക് നമ്മൾ 1 year to 10 year വരെയുള്ള ഉണ്ട്. 18, 20, 22 ആ ഒരു സൈസാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ടീഷർട്ട് കാണിക്കുന്നത് ജസ്റ്റ് ആസ് എ സാമ്പിൾ പർപ്പസ് ആണ്. ഇത് ഒരു പീസായിട്ട് കിട്ടില്ല. കിട്ടുകയാണെങ്കിൽ ഫുൾ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫുൾ ഇങ്ങനെ തന്നെ എടുക്കണം. ഈ യെല്ലോ കണ്ടിട്ട് എനിക്ക് കൊതിയായി. ഭയങ്കര നല്ല രസമുണ്ട് കാണാൻ ഇല്ലേ? അടിപൊളിയല്ലേ കാണാൻ? നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള. ഇതെന്താ സംഭവം ശരിക്കും നോക്കാം. ഇതാണ് ഹുഡീസ്. നേരത്തെ നോക്കിയതല്ല, ഇതിൽ ക്യാപ്പ് ഉണ്ട് കേട്ടാ. ഇതാണ് ഹുഡീസ് കേട്ടോ. ഇതൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന ഒരു കളക്ഷനാണ്. ബൾക്കായിട്ട് തന്നെ എടുക്കണം. ഇനിയിപ്പോ ഇതില് അടുത്ത കളക്ഷൻ പറയൂ. സ്വെറ്റ് ഷർട്ട് കോട്ടൺ മെറ്റീരിയൽ, അതുപോലെ സ്ലീവിൽ ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്. കുട്ടികളുടെ കാര്യത്തിൻ്റെ ഡീറ്റെയിലിംഗ് പറയേണ്ട കാര്യമില്ല, കാരണം അവരുടെ സോഫ്റ്റ് ഫാബ്രിക് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിന് വരുന്ന ടീഷർട്ടിൻ്റെ കളക്ഷൻസ്. ടീഷർട്ടിൻ്റെ നമുക്ക് ഈ ഒരു കിഡ്സ് വെയറിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് അറിയേണ്ടത്. സ്റ്റാർട്ടിംഗ് റേറ്റ് ജസ്റ്റ് 170 റുപ്പീസ്. 170 റുപ്പീസ് തൊട്ട് അവിടെ അങ്ങോട്ട് ഇങ്ങനെ റേറ്റുകൾ കയറിപ്പോട്ടും. അപ്പോൾ ഇഷ്ടംപോലെ വെറൈറ്റീസിൻ്റെ കിഡ്സിൻ്റെ കളക്ഷൻസിൽ ടീഷർട്ടുകളുടെ വെറൈറ്റീസൊക്കെ നോക്കുക. ആഹാ എന്താ രസം. ഇതൊക്കെ ടീഷർട്ടുകൾ എന്താ പറയുക, കോളർ നെക്ക് വരുന്നുണ്ട്. ഇത് നമ്മൾ കാണിച്ചു. കോളർ നെക്ക് വരുന്നുണ്ട്, റൗണ്ട് നെക്ക് വരുന്നുണ്ട്, ഹുഡീസ് വരുന്നുണ്ട്. ഇത് ചെറിയ സൈസ് കേട്ടോ, ഏറ്റവും ചെറിയ സൈസ്. ഫുൾ സ്ലീവിൽ വരുന്നുണ്ട്, ഹാഫ് സ്ലീവിലും വരുന്നുണ്ട്. ഇത് ഫുൾ സ്ലീവിൽ കോട്ടൻ്റെ മെറ്റീരിയൽ. ഇതിൻ്റെ ലുക്ക് അടിപൊളിയാണ് കേട്ടോ. ഈ ഇതിങ്ങനെ എന്താ പറയുക, പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണത് എംബോസ് ചെയ്ത് നിൽക്കണം. എംബോസ് ചെയ്ത് നിൽക്കണം വർക്ക് അല്ലേ? എന്തൊക്കെയാ ഈ പേരുകളൊക്കെ ചേച്ചി കൊണ്ടുവരുന്നത്? എന്തൊക്കെ പറയണത് എനിക്കൊന്നും മനസ്സിലാവണം. ഞാൻ ഔട്ട് ഓഫ് മൈൻഡിലാണ് നിൽക്കണത്. എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവമാണ്. ഇതൊക്കെ നോക്കിക്കോളൂന്ന്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 3 പീസോ 4 പീസിൻ്റെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ആ കെട്ടായിട്ടാ തന്നെ എടുക്കണം. ഇതും 4 പീസിൻ്റെ. ഇത് നമ്മൾ നേരത്തെ കാണിച്ചു. ഇത് പിടിച്ചേ. ഇതിൻ്റെ ലുക്ക് ഇതാണ്. പക്ഷെ എടുക്കുമ്പോൾ ഇങ്ങനെ 5 പീസിൻ്റെ ഒരു സെറ്റായിട്ട് എടുക്കേണ്ടത്. 5 പീസിൻ്റെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സൈസസ് വലിയതായിട്ട് അങ്ങനെ വരും അല്ലേ? സൈസസ് വേരിയേഷൻസ് ഉണ്ട്. സൈസസ് വേരിയേഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ സൈസ് നമുക്ക് നോക്കാം. വലിയ സൈസ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഭയങ്കര വലിയ സൈസ് ഒന്നും ഉണ്ടാകത്തില്ല. എന്നാലും ഇത് ഒരു പറഞ്ഞേ. ഈ സൈസ് എത്രയാ? 2 ആണ് വരുന്നത്. 6. അപ്പോൾ 2, 2, 3, 4 ആ ഒരു കാറ്റഗറിയിൽ 2, 3, 4, 5, 6. അപ്പോൾ 5 പീസിൻ്റെ ഒരു സെറ്റ്. എന്തായാലും കണക്ക് എനിക്ക് മൊത്തത്തിൽ തെറ്റി, അവൾക്ക് ഔട്ട് ഓഫ് മൈൻഡ് ആയിരുന്നു. ഞങ്ങൾ രണ്ടാളും മൈൻഡ് തെറ്റിട്ടിരിക്കണം. ഇതാണ് സംഭവം. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് ഇടാൻ പാൻറ്റ് വേണ്ട, പാൻറ്റും വേണം അല്ലേ? കാർഗോ മറ്റേ പാരഷൂട്ട് അതൊക്കെ ഇല്ലേ കുട്ടികൾക്ക്? ഉണ്ട്, എല്ലാം ഉണ്ട്. റിബ്ഡ് ഉണ്ട്, റിബ്ഡ് ഇല്ലാത്തതുണ്ട്. അതും അങ്ങനത്തെയും വെറൈറ്റീസ് ഉണ്ട്. പാൻസിന്റെ കളക്ഷൻസിൽ പാൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പം എനിക്ക് ഇവിടെ ഒരെണ്ണം കിട്ടിയപ്പോൾ ഞാൻ അതെടുത്ത് കാണിച്ചു തന്നത് മാത്രം. ഇവിടെ എവിടെയൊക്കെയോ പാൻസ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ പാൻസ് ആട്ടോ ഈ കാണുന്നത് മൊത്തം. ഇതേതാ മോഡല്? ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് തന്നെ കാണിച്ചു തരാം. ഇത് പക്ക കോട്ടണിൽ അല്ലേ? കോട്ടൺ കാർഗോസിൻ്റെ ഇത് കോട്ടണിൽ വിത്ത് റിബാണ്. ഇതാ റിബ്ഡാ. ഇത് റിബ്ഡാണ് കേട്ടോ വരുന്നത്. അപ്പോൾ റിബ്ഡ അല്ലാത്തതും ഉണ്ട്, റിബ് ഉള്ളതും ഉണ്ട്, രണ്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൈൻസ്. ഇതിപ്പോൾ തന്നെ ലേറ്റസ്റ്റ് ആയതുകൊണ്ടാണ് എടുത്ത് കാണിച്ചു തന്നത്. അതല്ലാതെ കുറേ വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. ബ്ലാക്ക് വേണോ, ഗ്രീൻ വേണോ, കോട്ടണിൽ വേണോ, പിന്നെ മറ്റേ കോട്ടൺ ഡെനിമിൻ്റെ ഉണ്ട്, പിന്നെ ലൈക്ര മെറ്റീരിയൽ വരുന്നുണ്ട്. അങ്ങനെ മെറ്റീരിയൽസ് ഇഷ്ടംപോലെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ലൈക്രയിലാന്ന് തോന്നുന്നുണ്ട്. ഇത് പാൻറ് അല്ല, പാൻറ് ഇതാന്ന് തോന്നുന്നു. എന്തായാലും തുറക്കാൻ എനിക്കൊരു മടി. തുറക്കുക, ആള് തുറന്നു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രീൻ പാൻസില് ഇത് അയ്യോടാ എന്താ രസം നോക്ക്. ഇത് ഏതാ സൈസ് വരുന്നത്? ഇത് ചെറിയ ലൈക്ക് 1 ഇയറിന്റെ 1 ഇയറിന്റെ എന്ത് രസമാണ് നോക്കാം. അപ്പൊ ചെറിയ സൈസ് തൊട്ട് നമുക്കൊരു 10-15 സൈസ് വരെയൊക്കെ ഉണ്ടാവും അല്ലേ? 10-15 സൈസ് വരെയൊക്കെ നമുക്ക് എന്തായാലും കുട്ടികളുടെ കളക്ഷൻസിൽ അവൈലബിൾ ആണ്. ഇതും റിബ്ഡ് ആണ് നേരത്തെ കാണിച്ച ഒരു കളക്ഷൻസിൽ. ഇനി ലൈറ്റ് ഷെയ്ഡിൽ വേണമെങ്കിൽ അതുകൊണ്ട്. സൈഡിൽ പോക്കറ്റൊക്കെ നോക്കുക എന്ത് രസമാണ്.
കുട്ടികളുടെ കളക്ഷൻസിലും കുറവില്ല. അതും ഇവരുടെ ഓൺ പ്രൊഡക്ഷനാണ്. 170 റുപ്പീസാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്, 170 തൊട്ട്. അപ്പോൾ ഇത് കാണിച്ചതിൻ്റെ റേറ്റ് അല്ല പറയണത്. ഇതിൻ്റെ എന്തെങ്കിലും കളക്ഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, ജസ്റ്റ് വിളിച്ച് ചോദിക്കുക. വിളിക്കുമ്പോൾ ഈ കുട്ടിയല്ല ഫോൺ എടുക്കുക ആരാ? അതിന്റെ ഓണർ ഉണ്ടാവും. ഓണർ ഉണ്ടാവും, അല്ലെങ്കിൽ ഓൺലൈൻ ടീം ഉണ്ടാവും, അവരായിരിക്കും എടുക്കുക കേട്ടോ. അപ്പോൾ ആ കളക്ഷൻസ് കഴിഞ്ഞ് അപ്പോൾ ഈ കാണുന്നത് മൊത്തം നമുക്ക് ടീഷർട്ട്സും അതുപോലെ തന്നെ പാൻസ് കുട്ടികളുടെ കേട്ടോ. ഇനി ഇപ്പുറത്തുനിന്ന് ഈ കാണുന്നത് അറ്റം വരെ ഫുൾ കാണുന്നത് മൊത്തം ദുപ്പട്ടാസ് ഷോൾസ് അല്ലേ? ദുപ്പട്ടാസ് ഷോൾസ്. അപ്പോൾ ഇവിടെ എന്തായാലും ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നോക്കാം. ഇത് ഈ മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞേ. കോട്ടൺ ഫാബ്രിക് ആണ്, ലേസ് ആണ് സൈഡിൽ അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഇത് ആക്ച്വലി ഷോളായിട്ട് സ്റ്റോൾ നമുക്ക് 2 വീലറിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് മെയിനായിട്ട്. പിന്നെ കുറച്ച് നോർമൽ ഒരു കുർത്തേന്റെ കൂട്ടത്തിൽ വെയർ ചെയ്യാൻ പറ്റുന്നത്, ജസ്റ്റ് ഒരു ഷോൾ പോലെ വേണം എന്നുള്ളവർക്ക് ഒരു സ്റ്റോൾ. എനിക്ക് വല്ല അസുഖം ഉണ്ടോ? ഇല്ല, ഞാൻ നിൽക്കാം. കുറെ നേരം ഫ്രെയിമിലവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു അസുഖം ഇല്ല. തൊട്ടാ വല്ല പ്രശ്നം ഉണ്ടോ? ഇല്ലില്ല, കുഴപ്പമില്ല. അപ്പൊ പറഞ്ഞതാ ഇതെന്താ സംഭവം എന്നുള്ളത് പറയൂ. ഇത് നോർമൽ ആയിട്ട് ഇങ്ങനെ വെയർ ചെയ്യും. എങ്ങനെ വേറെ ഒന്ന് കാണിച്ചത്? ഇപ്പോഴാണ് കുട്ടിക്ക് ലുക്കായി. ഒന്ന് കാണിച്ചത്, വേഗം കാണിച്ചത്. കണ്ടാ? ഇല്ല, അത് അങ്ങനെ വെയർ ചെയ്യണമെന്നില്ല. അത് എങ്ങനെ വെയർ ചെയ്യും? പക്ഷെ ഇങ്ങനെ ഇടുന്നതാണ് പള്ളി പോകുമ്പോ എങ്ങനെ ഇടാം. കണ്ടാ? ഇപ്പൊ പള്ളി ആ ഒരു ലുക്ക് വന്നില്ലേ, നമ്മുടെ ക്രിസ്ത്യൻ കുട്ടിയുടെ ലുക്ക് വന്നില്ലേ? ഓ സത്യം, അത് ഇടുമ്പോഴാട്ടോ ഭംഗി. ആണല്ലേ? ഇനി തൊട്ട് അത് ഇട്ടിട്ട് നടന്നാ മതി. പക്ഷെ അത് ട്രൈ ചെയ്യാം. ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഇവിടെ, എങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോകാം. പക്ഷെ ഫുള്ള് എടുക്കണം എന്ന് മാത്രം, ബൾക്കായിട്ട് ഇത്ര പീസ് എടുക്കണം എന്ന് മാത്രം. ഇതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് കാണുന്നത് അല്ലേ? ഇതന്നെ സെയിം കോഫി കളറിൽ വരുന്നത് വിത്ത് ലേസിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ ഇത് വരുന്നത്. അപ്പൊ ഇതും ബൾക്കായിട്ട് തന്നെ എടുക്കണം. നമുക്ക് എത്ര പീസ് എടുക്കണം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എണ്ണം നോക്കാം. നമ്മൾ ഈ കളറല്ലല്ലോ എടുത്ത് 1 2 3 4 5 6 എണ്ണത്തിന്റെ ഒരു സെറ്റ് ആണ് കേട്ടോ എടുക്കേണ്ടത്. പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വാ, ഫുൾ ഇപ്പുറത്തെ സൈഡാന്ന് തോന്നുന്നുണ്ട്. ഇതിപ്പോൾ രണ്ടും നോക്കുകയാണെങ്കിൽ സെയിം പോലെയാണ്, ഒരു മാറ്റവും ഇല്ല കേട്ടോ. അത് ഫുൾ ത്രെഡ് വർക്കിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ്. പക്ഷെ ഇതാണ് ശരിക്കുള്ള ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ എംബ്രോയ്ഡറി വേണോ, എംബോസ് ചെയ്തിട്ടുള്ളത് വേണോ, ത്രെഡിൽ വേണോ, എങ്ങനെ വേണമെങ്കിലും നമുക്ക്. അപ്പോൾ ദുപ്പട്ടാസിൻ്റെയും കളക്ഷൻസ് ഉണ്ട്. ദുപ്പട്ടാസിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് അറിയേണ്ടത് ജസ്റ്റ് 70 റുപ്പീസ് ആണ് കേട്ടോ. ദുപ്പട്ടാസ് ഷോൾസ് ആയാലും ഷോർട്സ് അല്ല സ്റ്റോൾ. യെസ്, എനിക്കെന്നെ നാവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സെയിം അതിലെ തന്നെ അല്ലേ? ഇതൊക്കെ 2 വീലർക്കാരാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. അല്ലാണ്ട് നമുക്ക് മറ്റേക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സംഭവമാണ് ഇത്. ശരിക്കുള്ള കുർത്തിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ദുപ്പട്ടാസ്. ശരിക്കും ആ ഒരു സെറീര വർക്കാണ് ഫുൾ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. ഓവറോൾ നോക്കണേ നല്ലൊരു കോഫി ഷെയ്ഡ്. ഇതിൽ കാണിക്കുകയാണെങ്കിൽ ഫുൾ കോഫിയിൽ തന്നെയായിരിക്കും. കോഫി ഉണ്ട്, റെഡ് കളറിൽ ഉണ്ട്. ഇനി എത്ര ബൾക്ക് എടുക്കണം അത് വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. എന്തായാലും എനിക്ക് ഇവിടെ കയ്യിൽ കിട്ടിയത് മാത്രമാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത്. ഇപ്പം ഇത് ജോർജറ്റിൽ ഇത് ഹാഫ് ആൻഡ് ഹാഫ് ആണല്ലേ? പിടിച്ചേ, ഇത് ഹാഫ് ആൻഡ് ഹാഫ് പോർഷനാണ്. ഇതിൽ ഡോബിയുടെ മെറ്റീരിയലും ഡോബി പ്ലസ് ജോർജറ്റ് പ്ലെയിനിലും അതുപോലെ തന്നെ ഡോബിയിലും രണ്ടിനും കൂടി വരുന്നത്. പിന്നെ ഇത് ഒക്കെ ത്രെഡ് വർക്ക് അല്ല, ഇത് പ്രിന്റ് ഇത് പ്രിന്റിൽ. പിന്നെ ഈ കാണുന്നത് മൊത്തം വരുന്നത് ഫുൾ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. അതിലെല്ലാം കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു കളർ നമുക്ക് എടുത്ത് കാണിക്കണ്ടേ? ഈ കളർ തന്നെ ആയിക്കോട്ടെ അല്ലേ? ഇതും ദുപ്പട്ടാസ് തന്നെയാണ് വരുന്നത്. ഒക്കെ നമുക്ക് 70 റുപ്പീസ് ആണ് കേട്ടോ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. അതിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. എന്തായാലും പൊളിച്ചു കേട്ടോ. കുഴപ്പമില്ല, അതൊക്കെ പണിക്കാരുണ്ട്, അവർ നോക്കുമല്ലോ. എനിക്ക് ഡിസൈൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കണ്ടോ. അപ്പം ഇതിൽ കുറേ ബൾക്കിരിക്കുന്നുണ്ട്. എത്ര പീസാണ് നമുക്ക് എന്ന് എണ്ണിയാലാ? സെറ്റ് ഓഫ് 6 ആയിരിക്കും. 1 2 3 ഇത് 3 എണ്ണം അങ്ങനെ സെറ്റ് ഓഫ് 6 ആയിരിക്കും എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കിയാൽ മതി. ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് ഇത് ഫുൾ വരുന്നത്. ഇതിൻ്റെ കളർ ഓപ്ഷൻസും വരുന്നുണ്ട് കേട്ടോ. ഇത് പ്ലെയിനിൽ ഇങ്ങനെ ഒരു ക്രഷ് മെറ്റീരിയലാണ് ഈ ഒരു ഫീലിംഗ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ജസ്റ്റ് നോക്കാം, എന്നിട്ട് നമുക്ക് ഫുൾ ജെൻസിൻ്റെ കളക്ഷൻസിലേക്ക് കയറാം. അപ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റ് ജസ്റ്റ് എത്രയാണ്? 70 അത്രേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഫുൾ അതിൻ്റെ കളേഴ്സാണ് വരുന്നത്. ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ്. അപ്പോൾ നമുക്ക് ഇനി മെൻസ് വെയറുടെ കളക്ഷൻസിലേക്ക് ഒന്ന് കടന്നാലോ? അത് അപ്പുറത്തെ സൈഡാണ്. പോവാം.
ആക്ച്വലി നമ്മുടെ ലേഡീസിന്റെ സെക്ഷൻ കഴിഞ്ഞപ്പോ ഇനി ജെന്റ്സിന്റെ സെക്ഷനിലേക്ക് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് ലേഡീനെ വേണ്ട, നമുക്ക് ജെന്റ്സിനെ മതി. റിലാക്സ് ചെയ്യാൻ പറ്റുക, ഒരു ചായ കുടിച്ചിരിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് ഒരു ജെന്റ്സിനെ കിട്ടിയിട്ടുണ്ട്. കാരണം ജെന്റ്സിന്റെ സെക്ഷനിൽ പറഞ്ഞു തരാൻ ജെന്റ്സ് തന്നെ ഏറ്റവും ബെസ്റ്റ്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ മൊത്തം ജീൻസും അതുപോലെ പിന്നെ ഷർട്ടും ടീഷർട്ടും ഈ മൊത്തം വെറൈറ്റീസ് എടുക്കണം. ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് പിടിച്ചാലാ, നമുക്ക് ഇവിടുന്ന് പിടിക്കാം, ഇവിടുന്ന് പിടിക്കാം. ഇങ്ങനെ തുടങ്ങാം. ജെന്റ്സിൽ ഇപ്പൊ ഷർട്ട് നോക്കുകയാണെങ്കിൽ ഏത് ടൈപ്പ് വേണമെങ്കിലും നോക്കൂ, ഏത് ടൈപ്പ് ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് അല്ലെ. കാരണം ഇത് നമ്മുടെയും പ്രൊഡക്ഷൻ ആണ് അല്ലെ, ഒരു മാറ്റവും ഇല്ല പ്രൊഡക്ഷന്റെ കാര്യത്തിൽ. ഇതിലൊക്കെ സൈസ് ഒക്കെ എങ്ങനെ വരാം? എല്ലാ സൈസും ഉണ്ട്, സ്മോൾ മുതൽ ഇനിയിപ്പോ ആർക്കെങ്കിലും നമുക്ക് ട്രിപ്പിൾ എക്സൽ എത്ര എക്സൽ വേണമെങ്കിലും നമുക്ക് കയറ്റി കൊടുക്കാം. അതിലൊരു എക്സൽ ആ ഒരു ഇതിന്റെ അതിന്റെ ഇപ്പുറത്തേക്കുള്ള നമ്പർ അത് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി അല്ലേ, അത്രേ ഉള്ളൂ. ബാക്കി ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇനിയിപ്പോ ഇതിന്റെ ഈ ഒരു ഇവിടുത്തെ ടാഗ് അത് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണേ ഈ ഒരു ലേബിൾ അത് നിങ്ങളുടെ പേരിൽ വേണമെന്ന് വെച്ചാൽ അതും ചെയ്തുതരാം. പക്ഷെ അത് ഷിൽമിക്ക് ഇപ്പൊ ഈ ബ്രാൻഡ് തുടങ്ങണം എന്ന് വിചാരിച്ചോ, ഷർട്ടിന്റെ ഷിൽമി എന്നുള്ള ബ്രാൻഡ് ഇവിടെ തുടങ്ങാം, നമുക്ക് നാളെ തന്നെ തുടങ്ങാം. നാളെ തന്നെ ഇപ്പൊ തന്നെ ഞാനത് തുടങ്ങി കഴിഞ്ഞു. പക്ഷെ അത് 1-2 പീസ് അല്ല, ബൾക്കായിട്ട് ഇത്ര പീസെങ്കിലും നമുക്ക് എടുക്കണം. ഷിൽമി ചെയ്യണമെങ്കിൽ മിനിമം ഒരു 1 lakh പീസ് എങ്കിലും ചെയ്യുന്നു ഉള്ള ഒരു പ്രതീക്ഷയിൽ പറഞ്ഞെന്നുള്ളൂ. എനിക്കന്നെ ഡെനിമില് ഇതുപോലെ 2 സൈഡ് പോക്കറ്റ് വരുന്നത്, പിന്നെ വരുന്നത് വൈറ്റ് പോപ്കോൺ മെറ്റീരിയൽ കേട്ടോ. പോപ്കോൺ മെറ്റീരിയൽ വരുന്ന ഒരു കളക്ഷൻ, പോപ്കോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത്. അപ്പൊ ഇതും 2 സൈഡ് പോക്കറ്റ് വരുന്നതാണ്. അതുപോലെ ഇത് നോക്കിയാൽ പ്രിന്റഡ്, പ്രിന്റ് വേണോ പ്ലെയിൻ വേണോ പോപ്കോൺ വേണോ ഡെനിമില് വേണോ എന്ത് മെറ്റീരിയൽ പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കുറവും പാടില്ല. അതെ, അതും ഇവരെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോൾസെയിലേഴ്സ് അല്ല, ഹോൾസെയിലിന്റെ മുകളിലേക്കുള്ള ഹോൾസെയിൽ, പ്രീമിയം ഹോൾസെയിൽസ്. ചെക്കില് വേണോ അപ്പൊ ആ ഒരു രീതിയിൽ എങ്ങനെ വേണേലും ചെയ്തെടുക്കാം. ഈ ഒരു സംഭവം പാക്കിംഗ് അല്ല നിങ്ങളെ ഇപ്പൊ ഇതിൽ എത്ര 4 പീസ് ഉണ്ടാവാ? 4 പീസിന്റെ ഒരു പാക്കിംഗ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇവരുടെ പാക്കിംഗ് അടിപൊളി ഒരു പാക്കിംഗ്, ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ സൂപ്പർ ആയിരിക്കും ഇങ്ങനെ ഒരെണ്ണമൊക്കെ ആയിട്ട്. കണ്ട ഇതാണ് ഓപ്പൺ ചെയ്തിട്ട് ഏത് സൈസ് വേണമെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ റീറ്റെയിൽ ഷോപ്പുകാർ അങ്ങനെയല്ല എറിഞ്ഞു കൊടുക്കണം, ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് കേട്ടോ ഷർട്ടിന്റെ ചെക്കില് വരുന്നത്. പിന്നെ അപ്പൊ ഇത് ഫുൾ ചെക്കില് വരുന്ന കളക്ഷൻസ് ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽ ഏതും ആയിക്കോട്ടെ എല്ലാം അവൈലബിൾ ആണ്. കോട്രോയ ആയിക്കോട്ടെ, മിൽമേഡ് ആയിക്കോട്ടെ, 12 ആയിക്കോട്ടെ, ഓക്സ്ഫോർഡ് ആയിക്കോട്ടെ, ഏത് വേണമെങ്കിലും മെറ്റീരിയൽ ആയാലും സൈസിന്റെ കാര്യത്തിലായാലും നമ്മൾ സെറ്റ്. അപ്പൊ ഇതിപ്പോ നമ്മളിപ്പോ ഏത് തുറന്നു നോക്കിയാലും ഇതറ്റത്തില്ല, കഴിയില്ല. കാരണം അത്രയും കളക്ഷൻസ് ഉണ്ട്. ഇത് ഫുൾ കാണിക്കുന്നത് മൊത്തം ഷർട്ടുകളാണ്. എവിടെ നിന്ന് എടുക്കണം, എന്തെടുക്കണം? 170 സ്റ്റാർട്ട് ചെയ്യാം. 170 ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഓക്കെ, 170ന്റെ ഷർട്ട് കേട്ടോ. അപ്പൊ അത് സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഷർട്ടുകൾ കയറി പോകും. ഇത് ജസ്റ്റ് ഞാനൊരു പ്ലെയിൻ്റെ ഒരു സാമ്പിൾ എടുത്തു നോക്കാം. ഇത് ആക്ച്വലി ഒരു ഒക്കെ ഡിഫറെന്റ് കളേഴ്സാണ് വരുന്നത്. അപ്പൊ സൈസ് ഇതാ അല്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിട്ടാ. നമുക്ക് ഇങ്ങനെ ഒരു പാക്കിംഗ് ആവുമ്പോ ഇത്ര 6 കളേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയുണ്ട്, സിംഗിൾ കളേഴ്സിൽ ഡിഫറെന്റ് സൈസസ് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. അപ്പൊ ജസ്റ്റ് ഈ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ട് ആണ് കേട്ടോ. ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ എവിടെയും ഷർട്ട് എല്ലാതും ഉണ്ട്. നോക്കുകയാണെങ്കിൽ ഈ സൈഡ് മൊത്തം ഷർട്ട്സ് ആണ് വരുന്നത് കേട്ടോ, ഫുൾ ഷർട്ട്സ്. അപ്പൊ ഇത് കാണുന്നത് മൊത്തം വൈറ്റ് വേണമെങ്കിൽ മാത്രം വൈറ്റ്. 500 വേണോ 100 വേണോ എത്ര പീസ് വേണമെങ്കിലും നമ്മൾ സെറ്റാണ്. ഇത് പ്ലെയിനിൽ നേരത്തെ കണ്ടത് കുറച്ച് ഡാർക്ക് ഷെയ്ഡിലായിരുന്നു, ഇത് കുറച്ച് പ്ലെയിനിലാണ്, ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡ്. ഓ എന്താ രസല്ലേ കാണാനായിട്ടേ. ഇതൊക്കെ മുണ്ടൊക്കെ കൊടുത്തങ്ങട് സൂപ്പർ ആയിരിക്കും തീർച്ചയായിട്ടും. കണ്ടാ പ്ലെയിനില്. ഇതിപ്പോ റെഗുലർ ഫിറ്റ് അല്ലേ വരുന്നത്? എല്ലാം തരം ഫിറ്റ് വരുന്നുണ്ടല്ലേ? എല്ലാ സൈസിലും വരുന്നുണ്ട്, എല്ലാ ഫിറ്റ്, എല്ലാ സൈസ്, ഏത് കളർ, ഏത് പാറ്റേൺ. ജീൻസ് നോക്കുകയാണെങ്കിലും ഇതിൽ ലേഡീസും ജെന്റ്സും നോക്കണേക്കാളും മുന്നേ ഈ ഷർട്ട് ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ നോക്കുകയാണെങ്കിൽ മൊത്തം ഷർട്ട്സ് ആണ് കേട്ടോ. ഈ ഷർട്ട്സിന് ഒരു കുറവില്ല, ഇഷ്ടം പോലെ ഷർട്ട്സ് അവൈലബിൾ ആണ്. ഏത് പാറ്റേൺ, ഏത് കോഡ്രോയിൽ വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്, ഇനി പ്ലെയിനിൽ വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജീൻസ് നോക്കിയാന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഷർട്ട് എടുത്ത് കൊണ്ടുണ്ട്. ഞാൻ പറഞ്ഞു ഈ സെക്ഷനിൽ വന്ന കൺഫ്യൂഷൻ കൂടും, ഇങ്ങനെയൊന്നും ഒരു ഐഡിയ ഇല്ലാന്ന്. ഇത് പ്ലെയിനിലാണ് കേട്ടോ, പക്കാ പ്ലെയിനില്. ഇതിന് മെറ്റീരിയൽ ഒക്കെ നല്ല ഇതല്ലേ? അതെ, ഇത് ലിനൻ ടച്ചിൽ വരുന്നതാണ്. അപ്പൊ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ കോട്ടൺ ഉണ്ട്, ലിനനിൽ വരുന്നുണ്ട്, എല്ലാത്തിലും വരുന്നുണ്ട്. ഒരുവിധം എല്ലാ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പൊ ഹോൾസെയിലർക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഷോപ്പ് ഫില്ല് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ഇനി റേറ്റിന്റെ കാര്യത്തിനാണെങ്കിൽ 170 എന്നൊക്കെ പറയാം. 170 സ്റ്റാർട്ടിംഗ് പ്രൈസ്. 170 എന്നൊക്കെ പറയുമ്പോൾ ഒന്നും അല്ല. അതൊക്കെ നല്ല മാർജിൻ ഇട്ടിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷർട്ടുകൾ. ഇനി ഇതിന്റെ അടിയിലിടാനുള്ള പാൻസ്, ഈ കാണുന്ന
മൊത്തം ജീൻസ് ആണ്. ഇനി കച്ചവടം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. അതെ, ഈ ഒരു ചാക്ക് മതി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലേ. ഇതൊക്കെ എന്തൊക്കെയാ വെറൈറ്റി? ജീൻസിൽ ഇപ്പൊ ബൂട്ട് കട്ട് ഉണ്ട്, മോം ഫിറ്റ് ഉണ്ട്, അതുപോലെ കാർഗോസ് ഉണ്ട്, ഹൈ വേസ്റ്റ് ഉണ്ട്. അല്ല, ഇതില് ഒരു ജീൻസിൽ ഏതൊക്കെ വെറൈറ്റി ഉണ്ടോ അതൊക്കെ ഇതിനകത്തുണ്ട്. ഒക്കെ ഇതിനകത്തുണ്ട്. ഇപ്പൊ ബൂട്ട് കട്ടാണ് ഇത്. ഇവിടെ ബൂട്ട് കട്ട് എന്ന് എഴുതിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ പറയാൻ പറ്റി ഇത്. അതെ, സത്യം. ഇവിടെ ബൂട്ട് കട്ടിന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്. 32 ആണ് വേസ്റ്റ് സൈസ് വരുന്നത്. ഇതാണ് ഒരു 375 കൊടുക്കാം. ജീൻസ് കൊടുക്കാം. മുതലാവോ? കൊടുക്കാം. 375. ഒരു കൺഫ്യൂഷൻ വേണ്ട. 375 ജീൻസ് എനിക്ക് വയ്യ. അതില് ഏത് ഫിറ്റ് വേണമെന്ന് ചോദിച്ചാൽ മതി. ഈ ഒരു ചാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ റാക്ക് ഫില്ലായി, പിന്നെ കച്ചവടം നടത്താൻ ഈസി ആയിട്ട്. ഇപ്പൊ ഈ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇരട്ടിക്ക് മാർജിൻ ഇട്ടിട്ട് ഉൾപ്പെടെ നമുക്ക് ഇവിടെ കൊടുക്കാം. ബ്രാൻഡിന്റെ പേരല്ലേ പറഞ്ഞത്? അതെ, വെറുതെ പറയാൻ പറ്റില്ലല്ലോ. എല്ലാവരും വരട്ടെ. അതും തെളിവോട് കൂടിയിട്ട് കാണിക്കണത് ആ ബ്രാൻഡിന്റെ പേര്. അപ്പൊ ഈ ഒരു ബ്രാൻഡും അവൈലബിൾ ആണ്. അത് കൂടാണ്ട് വേറെ ഏതൊക്കെ ബ്രാൻഡ്സ് ഉണ്ട് ഇവിടെ? ഇപ്പൊ നമുക്ക് ഏറ്റവും മെജോറിറ്റിയിൽ ഇപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് DNM. അത് ഓരോ സമയത്ത് ഇത് എപ്പോഴും ഉണ്ടാവും അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാവും? റെഗുലർ ഈ ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ ഏത് സമയത്ത് നിങ്ങൾ വന്നാലും ഇത് ഉണ്ടാവും. പക്ഷെ ഇതല്ല കേട്ടോ, ഇത് വിറ്റുപോയ വേറെ പീസ് ആയിരിക്കും പുതിയത്, അല്ലെങ്കിൽ ഇതന്നെ ഉണ്ടാവുന്നല്ല, അങ്ങനെയല്ല. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് 32 ഉണ്ട്, 30 ഉണ്ട്, ഇത് 26 ആണ് കേട്ടോ സൈസ് വരുന്നത്. ഇത് ഹൈ വേസ്റ്റ് അല്ലേ? ഹൈ വേസ്റ്റ്. ഇത് മോം ഫിറ്റ്. ഇത് മോം ഫിറ്റ് വരുന്നത്. അതുപോലെ കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ കളേഴ്സ് ആണ്. ഇനി എലാസ്റ്റിക് ഉള്ളത് വേണമെന്ന് വെച്ചാൽ എലാസ്റ്റിക് ഉള്ളത്, ബാഗി വേണമെങ്കിൽ ബാഗി, ബൂട്ട് കട്ട്, കാർഗോ. എനിക്ക് ഞാൻ റേറ്റ് കേട്ടിട്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കണം. ഷെൽമിയുടെ എല്ലാ വീഡിയോയിലും ഈ ജീൻസ് ഇട്ടിട്ടായിരിക്കും. സത്യം, ഒരു ചാക്ക് കൊണ്ടുപോയാലോ എന്ന് ഞാനിങ്ങനെ. പിന്നെ അവര് വിചാരിക്കും എന്നുള്ള ജീൻസ് മാത്രമേ വേറെ വെറൈറ്റീസ് ഒന്നും അതർ സ്റ്റേറ്റ് കയറി പിടിക്കാതെ. അതർ സ്റ്റേറ്റ് ഇതാ ഹൈ വേസ്റ്റില് കളർ മാറ്റി പിടിക്കാൻ നോക്കാം. ഓ അടിപൊളി കേട്ടോ. ലൂസ് ഫിറ്റില് അല്ലേ? ലൂസ് ഫിറ്റ് വേണം, ബാഗി വേണോ, പാരഷൂട്ട് വേണോ, റിബിളത് വേണോ, റിബില്ലാത്തത് വേണോ, എലാസ്റ്റിക് വേണോ, അങ്ങനെ പോക്കറ്റ് എത്ര എണ്ണം വേണമെന്ന് പറഞ്ഞാൽ മതി. അതുവരെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരും അല്ലേ? സാധാരണ എല്ലായിടത്തും 4, 6, ഇനി 8 ആണെങ്കിൽ 8, 10 പോക്കറ്റ് മാത്രമേ കാണുള്ളൂ. അപ്പൊ കാണുന്നത് മൊത്തം ജീൻസിന്റെ കളക്ഷൻസ് ആണ്. ഇനി ഇത് അടിയിൽ ചിലതിൽ ഇങ്ങനെ സ്റ്റിച്ച് ഉള്ളതും വരുന്നുണ്ട്, സ്റ്റിച്ച് ഇല്ലാത്തതും വരുന്നുണ്ട്. അത് നമ്മൾ ഈ കടക്കാർ ചിലൊരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓൾട്ടർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ഓപ്ഷനും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഹൈ വേസ്റ്റിൽ വരുന്ന സ്ട്രേറ്റ് ഫിറ്റ് ആണ് കേട്ടോ ഇത് വരുന്നത്. എന്തായാലും മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കച്ചവടം തുടങ്ങിയാൽ കൊള്ളാന്നല്ലേ? പിന്നെ സത്യം ഇത് അടിപൊളിയാണ്. റേറ്റും കുറവാണ്. ഇത്രയും റീസണബിൾ റേറ്റിന് കച്ചവടം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആരാ കടയിലേക്ക് പോവാ? ഞാൻ തന്നെ പോണ്ടേ? അത് വേണ്ടി വരും. അത് വേണ്ടി വരും. എന്തായാലും റേറ്റ് എനിക്ക് ഇഷ്ടമായി. ഷർട്ട് ആണെങ്കിൽ 170, ജീൻസ് ആണെങ്കിൽ 375. അപ്പൊ ഇതില് നോക്കുകയാണെങ്കിൽ ഞാൻ അവിടുന്ന് നോട്ടിട്ട് വന്നതാട്ടോ. കളർ അടിപൊളിയാണ്. ഈ കളറും ഞാൻ ഇങ്ങനെ എടുക്കണോന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കായിരുന്നു. ഇത് വരച്ച് വെച്ച പോലെ ഉണ്ട്. ഡബിൾ തോട്ട് വേണ്ട അല്ലേ? വരച്ചത് തന്നെയല്ലേ ഇത്? വരച്ചതല്ലേ ഇത്? പ്രിന്റ് ആണ്. പ്രിന്റ് ആണ് ശരിക്കും. പക്ഷേ വരച്ച് വെച്ച പോലെ ഉണ്ട്. എന്തായാലും ഒരെണ്ണം ഓപ്പൺ ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ. നമുക്ക് നമ്മുടെ ആൾക്കാർക്ക് കാണിക്കണം. കളർഫുൾ ആണ്. കണ്ട മെറ്റീരിയലും നല്ല തിക്ക്, നല്ല ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ അല്ലേ? സൈസ് നോക്കിയേ, സൂപ്പർ. ഓ, ഇതിപ്പോ നമ്മൾ എന്താ പറയാ, നമുക്കൊരു ഐഡന്റിറ്റി ആക്കി മാറ്റിയെടുക്കട്ടെ. ഇങ്ങനത്തെ സംഭവം ഇട്ട് കഴിഞ്ഞാൽ ഇത് എവിടെ ഷെൽമി എന്ന് പറഞ്ഞാൽ അത് അവിടെ തന്നെ കാണുന്നു അല്ലേ? ഒരു ഐഡന്റിറ്റി ആക്കി എടുക്കാം. സൂപ്പർ ഷർട്ടുകൾ, ലൈറ്റ് ഷെയ്ഡിൽ വേണ്ട, പേസ്റ്റലിൽ വേണ്ട. ഇതൊക്കെ ABCD എഴുതിയിട്ടുണ്ട്. ഇതൊരു ഷുഗർ കെയിൻ മെറ്റീരിയലാണ്. ഷുഗർ കെയിൻ മെറ്റീരിയൽ, പക്ഷെ സോഫ്റ്റ് ആണ് അല്ലേ? സോഫ്റ്റ് മെറ്റീരിയൽ വരുന്നത്. അതിൽ ഇത് ഭയങ്കര ഒരു റിങ്കിളുടെ പോലെ ഒരു ഫീലിംഗ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, കോട്ടണിനേക്കാളും സോഫ്റ്റ് എന്ന് പറയില്ല, ആ ഒരു സംഭവമാണ് കേട്ടോ. എന്തായാലും ഈ ഒരു ഷെയ്ഡും അവൈലബിൾ ആണ്. ഇത് കൂടാണ്ട് നമുക്ക് ചെക്കിൽ വരുന്നുണ്ട്. പിന്നെ പ്രിന്റ്സ് നോക്കുകയാണെങ്കിൽ ഇത് ഫുള്ള് പ്രിന്റുകളാണ്. ഏത് മോഡൽ ഏത് ഇത് വേണമെങ്കിലും, പ്ലെയിനിൽ വേണമെങ്കിൽ പ്ലെയിനിലും അവൈലബിൾ ആണ്. ഇതൊക്കെ ചാക്കിലിരിക്കുന്ന ഷർട്ട്സും ഇത് ബ്രാക്കിലിരിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ മാറി വരൂലേ? നമുക്ക് നമ്മുടെ ഗോഡൌണിൽ പോയി കഴിഞ്ഞാൽ ബോധം പോകുന്ന സ്റ്റോക്ക് അവിടെ ഉണ്ട്. ഞാനതാ പറഞ്ഞത്, ഇതന്നെ മതി ധാരാളം. എന്നുവെച്ചാൽ 4-5 വേറെയും ഉണ്ടല്ലോ. ഇതൊരു വെയർ ഹൗസ്, ഇത് കൂടാണ്ട് 4-5 വെയർ ഹൗസ് വേറെ ഉണ്ട്. ഇനി എന്തായാലും നമുക്ക് ഒന്നുകൂടി ആ ഒരു പ്രൊഡക്ഷൻ ഏരിയയിലേക്ക് ഒന്ന് പോവാം, ഒന്ന് പോയി നോക്കാം. അപ്പൊ ഇതൊക്കെയാണ് കളക്ഷൻ. പോണേക്കാളും മുന്നേ നമുക്ക് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞേ. ഇത് കായംകുളത്ത് ശൂരനാട് എന്നുള്ള സ്ഥലമാണ്. കായംകുളം അല്ലെങ്കിൽ കൊല്ലം ജില്ല. കായംകുളത്ത്
തന്നെ ശൂരനാട് എന്നുള്ള സ്ഥലമാണത്. ഓക്കെ, ഷൂർനാട്. അതെ, ശൂരനാട്. നമുക്ക് കുറച്ചുകൂടി അടുത്തുള്ള ലൊക്കേഷൻ നമുക്ക് നമുക്ക് എന്റെ അഡ്രസ് കറക്റ്റ് ആയിട്ട് കൊടുക്കാം. ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പ് അത് എൻ്റെ കൊടുക്കണ്ട, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അഡ്രസ്സ്, ഡീറ്റെയിൽസ്, അതുപോലെ ഫോൺ നമ്പർ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വേണമെങ്കിലും വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ മാപ്പ് നോക്കി വന്നാൽ മതി. ഞാനും തൃശ്ശൂർക്കാരനാണ്, ഇങ്ങോട്ടും തൃശ്ശൂർക്കാരനാണ്. പിന്നെ ഇങ്ങനെ ഇവിടെ വന്ന് പെട്ടു. ഇത് നമുക്ക് വളക്കൂറുള്ള ഒരു മണ്ണാണ്. അതെ, അപ്പൊ നമ്മൾ അവിടെ ഉണ്ടാവും. അതെ, അത് നമ്മുടെ നാടിന്റെ മണ്ണ്. ഇത് നമ്മുടെ അല്ല, രണ്ടും വേണം ആവശ്യമുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഇഷ്ടം പോലെ കളക്ഷൻസ് കാണിക്കാണ്ട്, പക്ഷെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നൊരു ദിവസമല്ല ഒരു ആഴ്ച നിന്നാലും കഴിയില്ല, അത്രയും കാണിക്കാനുണ്ട്. എന്തായാലും വീണ്ടും ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നു. അധികം ദൂരമൊന്നുമില്ല, 500 മീറ്ററിന്റെ ഡിസ്റ്റൻസ് ഉള്ളു. പിന്നെ ഇവർക്ക് വേറെ ഷോപ്പൊക്കെ ഉണ്ടെന്ന് പറയണം. ആ ഷോപ്പിലേക്ക് ഒന്ന് എനിക്ക് പോകാൻ നേരല്ലേ, കാരണം എനിക്ക് വീട്ടിലെത്താനുള്ളതാണ്. പക്ഷെ ഇവിടെ അടിപൊളി പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. എനിക്കൊരു സംശയം ഉണ്ട്, ചോദിക്കട്ടെ? ഈ ഒരു ദിവസം കൊണ്ട് എങ്ങനെ ഈ സംഭവങ്ങൾ പ്രൊഡക്ഷൻ ചെയ്ത് കൊടുക്കണം? നമ്മൾ പറയണ ബൾക്ക് ഓർഡർ ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ ഇപ്പൊ മാൻ പവർ ആയാലും മെഷീനറീസ് ആയാലും അതിലൊരു സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടാണ് നമുക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അത്രയും പവർ ഉണ്ടെന്ന് നിങ്ങളുടെ സംഭവത്തിൽ. അപ്പൊ ആ സംശയം ഇവരൊക്കെ തന്നെ നമ്മുടെ സ്ട്രെങ്ത് ഇതാണ്. അപ്പൊ എല്ലാരും കൂടിയിട്ട് ഒരു ജയ് പറയട്ടെ, ഈ ഒരു പവർ സ്ട്രെങ്ത്. എല്ലാരും ഹലോ ബൈ ബോളോ. ഇതാണ് ഇവരുടെ മാൻ പവർ. ഈ മാൻ പവർ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് മൊത്തം നിങ്ങൾക്ക് എത്ര ബൾക്ക് വേണമെങ്കിലും ഓർഡർ ചെയ്ത് തരുന്നതായിരിക്കും. മെറ്റീരിയൽസ് ഇവിടെ തന്നെ ബൾക്ക് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന മെറ്റീരിയൽസ് അത് ചെയ്തത് തീർച്ചയായിട്ടും മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ്. എല്ലാം നിങ്ങൾക്ക് ഒന്നിനും ഒരു ഡൗട്ട് ഇല്ല, എല്ലാം ക്ലിയർ ആക്കി തന്നിട്ടേ വിടുള്ളൂ. എന്തായാലും ഞാൻ സാറ്റിസ്ഫൈ ആയി ഇവിടെ വന്നിട്ട് കൊല്ലത്ത്. എന്തായാലും തൃശ്ശൂർക്കാരാണല്ലോ, നമുക്കൊരു വിശ്വാസം പരസ്പരമാണല്ലോ അല്ലെ. അപ്പൊ ആ ഒരു വിശ്വാസം ഉണ്ട്. ഇനിയിപ്പോ ഡയറക്റ്റ് നിങ്ങൾക്ക് വരണമെങ്കിൽ വരാം, വന്ന് നോക്കണമെങ്കിൽ നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ ആയാലും വാട്സപ്പ് കോൾ ത്രൂ ആയാലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നോക്കിയെടുക്കാം. അപ്പൊ ഇതൊക്കെയാണ് കളക്ഷൻസ്, കാര്യങ്ങളൊക്കെ. എന്തായാലും ഭയങ്കര സാറ്റിസ്ഫൈ ആയി, അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ 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 ബൈ.